ഓക്കെ അല്ലേ? ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. മാത്തമാറ്റിക്കൽ റീസണിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേഴ്സൻറ്റേജിന്റെ കുറച്ച് ആസ്പെക്റ്റുകളും അതിനെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യനുകളൊക്കെ തന്നു. ഒരു ടോട്ടൽ മാർക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഇത്ര പെർസെന്റേജ് മാർക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഇത്ര മാർക്കാണെങ്കിൽ ടോട്ടൽ മാർക്ക് എത്ര, പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാ കുറച്ചുകൂടെ ഒരു പെർസെന്റേജ്, ജസ്റ്റ് ഒരു പെർസെന്റേജ് ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടുത്ത ക്ലാസ്സിൽ ചെയ്യാന്ന് പറഞ്ഞുള്ള ടെസ്റ്റ് ഉണ്ടല്ലോ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. എ സ്റ്റുഡന്റ് സ്കോർ 72 marks in an exam and failed by 8 marks. The pass percentage is 40%. What was the maximum mark of the exam? ഇത് വായിച്ചിട്ട് എന്താ മനസ്സിലായത്? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട്? നമുക്ക് നോക്കട്ടോ. എ സ്റ്റുഡന്റ് സ്കോർ 72 ഒരു വിദ്യാർത്ഥി എന്നത് 72 മാർക്ക് സ്കോർ ചെയ്തു ഇൻ എൻ എക്സാം, ഒരു എക്സാമിൽ. ആൻഡ് ഫെയിൽഡ് ബൈ 8 മാർക്സ്, 8 മാർക്കിന് തോറ്റു. കുട്ടിക്ക് ഒരു എക്സാമിൽ 72 മാർക്ക് കിട്ടിയത്, ഓൻ തോറ്റത് 8 മാർക്കിന്. അപ്പൊ ഇത് മനസ്സിലാക്കിയൂടെ? പാസ് മാർക്ക് എത്ര മനസ്സിലാക്കിയൂടെ? 72 മാർക്ക് കിട്ടിയിട്ടും ഓൻ എന്ത് ചെയ്തിട്ടുണ്ട്? 8 മാർക്കിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ? 72 മാർക്ക് കിട്ടിയിട്ടും ഓൻ 8 മാർക്കിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഓനക്ക് എന്താണ്? 8 മാർക്ക് കൂടെ കിട്ടിയവൻ ജയിക്കുന്നല്ലേ എൻ്റെ അർത്ഥം? 8 മാർക്ക് കൂടെ കിട്ടിയ ജയിക്കുന്ന അർത്ഥം. അപ്പൊ ഈ ജയിക്കാനുള്ള മാർക്ക് എത്രയാണ്? 80. നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടാവും. ഇഫ് ദ പാസ് പെർസെന്റേജ് ഇസ് 40%, ജയിക്കാനുള്ള പെർസെന്റേജ് എന്ന് പറയുന്നത് 40%. ജയിക്കാനുള്ള മാർക്ക് നമ്മൾ ഇവിടെ കണ്ടെത്തി 80ആണ്. 80 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 40%. 80 എന്ന് പറഞ്ഞത് 40%. ഓക്കെ, വാട്ട് വാസ് ദ മാക്സിമം മാർക്ക് ഓഫ് ദ എക്സാം? ഈ എക്സാമിന്റെ മാക്സിമം മാർക്ക് എത്ര ആയിരിക്കും? ടോട്ടൽ മാർക്ക് എത്ര ആയിരിക്കും? എല്ലാവരും ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചോട്ടെ. 80ൽ 40% ആണെങ്കിൽ 100% എത്ര ആയിരിക്കും? ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നന്ദന, മുഹമ്മദ് സിയാദ്, മലൂഫ, അതുപോലെ തന്നെ നൂറ ഖാലിദ്. വേറെ ആരും ആൻസർ ചെയ്തത്? ഓക്കെ, സിൽസിലി, എന്താ സിസിലി. ഓക്കെ ഓക്കെ, എല്ലാവരും കറക്റ്റ് ആൻസർ ആണ്. 200 അല്ലേ? ജസ്റ്റ് ഒന്ന് ആരെങ്കിലൊക്കെ ജസ്റ്റ് ഐഡിയ ഇല്ലാത്ത ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ, കുഴപ്പമില്ല. ബാക്കിയൊക്കെ സിമ്പിൾ ആയതുകൊണ്ടായിരിക്കും. നമുക്കൊരു 80 മാർക്ക് കിട്ടിയാൽ ജയിക്കും അല്ലേ?
എൺപത് മാർക്ക് കിട്ടിയത് പാസ് പെർസെന്റേജ് ആണ്, അത് പാസ് മാർക്കാണ്. അപ്പൊ 80 മാർക്ക് എന്നുള്ളത് 40% 40% എത്ര മാർക്കായിരിക്കും? എക്സ് മാർക്കായിരിക്കും 100% മാർക്ക് അല്ലെ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാക്സിമം മാർക്കാണ്. മാക്സിമം മാർക്കാണ് ടോട്ടൽ മാർക്ക്. മാക്സിമം എത്ര ടോട്ടൽ മാക്സിമം എന്ന് പറഞ്ഞാൽ 100 അല്ലേ? 80 എന്നുള്ളത് 40% എക്സ് മാർക്ക് എന്ന് പറയുന്നത് 100% ആയിരിക്കും. ഇത് ഓക്കെ അല്ലേ? ഇത് റെഡി അല്ലേ? ഈ നമ്മൾ എക്സിലേക്ക് എത്തിച്ചാൽ നമ്മൾ പിന്നെ ബാക്കിയൊക്കെ സിമ്പിൾ. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ പിന്നെ ബാക്കിയൊക്കെ സിമ്പിൾ. നമ്മൾ എക്സിനെ കണ്ടെത്തിയാൽ മതി ഇല്ലേ? 80 മാർക്ക് 40% ആണെങ്കിൽ എക്സ് മാർക്ക് 100% ആയിരിക്കും. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 80 × 100 എന്ന് പറഞ്ഞാൽ 8000 അല്ലെ? 80 × 100 എന്ന് പറഞ്ഞാൽ 2 പൂജ്യം എടുത്താൽ മതി. 8000. 8000 സീക്വൽ ടു 40 × x എന്ന് പറഞ്ഞാൽ 40x. നമ്മൾ എക്സിനോട് എന്നിട്ട് 40നെ പുറത്ത് കൊണ്ടുവരട്ടോ. സമത്തിനെ പുറത്ത് കൊണ്ടുവരുമ്പോൾ ഹരിക്കണം 40 ആവും. ഓക്കെ. അപ്പൊ എക്സ് ഈക്വൽ ടു എന്താണ്? 8000 ഹരിക്കണം 4 അല്ലെ? നമ്മൾ 40നെ പുറത്ത് കൊണ്ടുവന്ന അപ്പൊ എക്സ് മാത്രമേ. x = 8000 ഹരിക്കണം 40. നമ്മൾ 2 പൂജ്യം വെട്ടിക്കൂടെ? താഴെ മേലുള്ള 2 പൂജ്യം വെട്ടി 800 ഹരിക്കണം 4 ചെയ്ത് നോക്കാം. 800-ൽ എത്ര 4 ഉണ്ട് നോക്കാം? 200 അല്ലെ? 200 × 4 200 അല്ലേ? അപ്പൊ x എത്രയാണ്? x 200. എക്സ് കിട്ടി. എക്സ് തന്നെ നമുക്ക് വേണ്ടത്. എക്സ് തന്നെയാണ് 100% മാർക്ക്. അതിനാണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ x 200 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ ആവറേജിലേക്ക് എടുക്കാം കേട്ടോ. പെർസെന്റേജിനെ പോലെ തന്നെ എന്താ പറയുക, നല്ലോണം ചോദിക്കുന്ന സാധനമാണ് ആവറേജ് എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മളെ മറ്റേ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിച്ചപ്പോഴൊക്കെ നമ്മൾ ഫുൾ ആവറേജ് വെച്ചിട്ട് തന്നെ കുറച്ച് ചെയ്തത്. അപ്പൊ ഇതിൽ ഇത് ആവറേജ് നിങ്ങളെല്ലാം ചെയ്യണം കേട്ടോ കൂടെ. ദ ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് ഈസ് 27. 5 നമ്പറിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 27. ഇഫ് വൺ ഓഫ് ദ നമ്പേഴ്സ് ഈസ് എക്സ്ക്ലൂഡഡ്, അതിൽ ഈ 5 നമ്പറിൽ നിന്ന് ഒരു നമ്പർ ഒഴിവാക്കിയപ്പോൾ ആവറേജ് ബിക്കംസ് 25. ആവറേജ് എന്താണോ 25, 25 ആവണം. വാട്ട് ഇസ് എക്സ്ക്ലൂഡ്? അപ്പൊ ഈ ഒഴിവാക്കിയ നമ്പർ എത്രയാണെന്ന് ചോദിക്കണം. അതായത് നമുക്കറിയാം, എന്താ പറയാ, ഒരു നമ്പർ ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്, 2 നമ്പർ ഉണ്ട്, മൂന്നാമത്തെ നമ്പർ ഉണ്ട്, നാലാമത്തെ നമ്പർ ഉണ്ട്, അഞ്ചാമത്തെ നമ്പർ ഉണ്ട്. ഈ 5 സംഖ്യകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27. ടോട്ടൽ ബൈ ആവറേജ് ആണ്. അതിനകത്ത് ടോട്ടൽ കണ്ടിട്ട് നമ്മൾ ഇത് നമ്പർ കൊണ്ട് ഹരിച്ചാൽ മതി. 5 നമ്പറുള്ള അപ്പൊ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 27 കിട്ടുന്നുണ്ട്. പിന്നെ ഇഫ് ദ വൺ ഓഫ് ദ നമ്പർ ഈസ് എക്സ്ക്ലൂഡ്, ഈ 1 2 3 4 5-ൽ നിന്ന് ഏതോ ഒരു നമ്പർ ഒഴിവാക്കിയപ്പോൾ എന്താ ഉണ്ട്? ബാക്കിയുള്ള 4 സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് 25 ആയി മാറുന്നുണ്ട്. ആവറേജ് 25. അപ്പൊ ഈ 25 തന്നെ ബാക്കി 4 സംഖ്യകളുടെ ആവറേജ് ആണ്. അപ്പൊ ചോദിച്ചാൽ വാട്ട് ഇസ്, അപ്പൊ ഈ ഒഴിവാക്കപ്പെട്ട നമ്പർ എത്ര ആയിരിക്കും ചോദിച്ചു. ഒഴിവാക്കപ്പെട്ട നമ്പർ എത്ര ആയിരിക്കും ചോദിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും കണ്ടെത്താൻ കഴിയും? ജസ്റ്റ് ശ്രമിച്ചു നോക്കാൻ കഴിയും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാ, ജസ്റ്റ് ശ്രമിച്ച് നോക്കാം എന്നുള്ളത്. ജസ്റ്റ് ശ്രമിച്ചു നോക്കാം, സിമ്പിൾ ആയിരിക്കും കേട്ടോ. 5 നമ്പർ കൂട്ടിയിട്ട് അതിന് 5 കൊണ്ട് ഹരിക്കുമ്പോൾ 27 ഉണ്ട്. അതായത് 5 നമ്പറിന്റെ ആവറേജ് എന്ന് പറയുന്നത് 27. ഈ 5 നമ്പറിൽ നിന്ന് ഏതൊന്ന് ഒഴിവാക്കിയപ്പോ ബാക്കിയുള്ള സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് 25 ആണെങ്കിൽ ആ ഒഴിവാക്കപ്പെട്ട സംഖ്യ എത്ര ആയിരിക്കും എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ആവറേജിലെ ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ചെയ്യട്ടോ. അടുത്ത ക്വസ്റ്റൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുതരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ ഞാൻ ചെയ്യാം. നിങ്ങൾ എന്റെ കൂടെ ചെയ്യണമെന്നില്ല കേട്ടോ. ശ്രമിക്കുന്ന ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ഒറ്റയ്ക്ക് ചെയ്യാം, അല്ലാത്തവർ ശ്രദ്ധിക്കാം. ഓക്കെ, ഇതിൽ 5 നമ്പറിന്റെ ആവറേജ് 27. അത് നമുക്ക് ഈ 5 നമ്പറിന്റെ ടോട്ടൽ നമുക്ക് കിട്ടൂലേ? 5 നമ്പറിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 27. 5 നമ്പറിന്റെ ആവറേജ് 27 ആണെന്നുണ്ടെങ്കിൽ 5 നമ്പറിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 27 × 5 ആയിരിക്കും. 27 × 5 ആയിരിക്കും. കാരണം ഈ എക്സ് സംഖ്യകളുണ്ടല്ലോ, ഈ എക്സ് എന്ന് പറഞ്ഞ ടോട്ടൽ ആണെങ്കിൽ, ഓക്കെ, എക്സ് എന്ന് പറഞ്ഞ ടോട്ടൽ ആണെങ്കിൽ x/5 ആണല്ലോ ശരിക്കും 27 എന്ന് പറയുന്നത് അല്ലെ? 27 എന്ന് പറയുന്നത്. അപ്പൊ എന്തായത് എക്സിന് കിട്ടണമെങ്കിൽ എന്താ ചെയ്താൽ മതി? ഈ ഹരിക്കണം 5-നെ പുറത്ത് കൊണ്ടുവരുമ്പോൾ ഗുണിക്കണം 5 ആവും. 27 × 5 ചെയ്ത് നമുക്ക് എക്സ് കിട്ടും. ഏത്? ഈ 5 നമ്പറിന്റെ ടോട്ടൽ കിട്ടും. 27 × 5 എത്രയാണ്? 135 ആണ് ഈ ഈ ഈ 5 സംഖ്യകളുടെ ടോട്ടൽ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടി. ഇനി വൺ ഓഫ് ദ നമ്പർ ഈസ് എക്സ്ക്ലൂഡഡ്. ഇതിൽ നിന്ന് ഒരു നമ്പർ ഒഴിവാക്കി. ഈ 135-ൽ നിന്ന് ഏത് 5 സംഖ്യകൾ കൂട്ടിയപ്പോഴാണ് 135 കിട്ടുന്നത്. അതിൽ 5 സംഖ്യ 27 ആവുന്നില്ല. ചിലത് 30 ചിലത് 15, ചിലത് 35, 45 ഒക്കെ. എല്ലാത്തിനെയും കൂടുമ്പോൾ ടോട്ടൽ 135 കിട്ടുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ആവറേജ് 27 ആണ്. അപ്പൊ ടോട്ടൽ 135 ആയിരിക്കും. പിന്നെ വെച്ചാൽ ഇതിൽ നിന്ന് ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ, ഏതൊരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ആവറേജ് 25 ആവുന്നുണ്ട്. ഏതൊരു സംഖ്യ ഒഴിവാക്കിയതിൽ എത്ര സംഖ്യ ഉണ്ടാവും? 4 സംഖ്യ ഉണ്ടാവും. ഈ 4 സംഖ്യകളുടെ ആവറേജ് 25 ആണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും? 4 സംഖ്യകളുടെ ആവറേജ് 25 ആണെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് 25 × 4 അല്ലെ? സമം 100. അപ്പൊ 5 സംഖ്യ ഉണ്ടായപ്പോൾ ടോട്ടൽ 135 ആയിരുന്നു. 5 സംഖ്യ ഉണ്ടായപ്പോൾ ടോട്ടൽ 135 ആയിരുന്നു. 4 സംഖ്യ ഉള്ളപ്പോൾ ടോട്ടൽ 100 ആണ്. അപ്പൊ ഒഴിവാക്കപ്പെട്ട സംഖ്യ ഏതായിരിക്കും? ഒഴിവാക്കപ്പെട്ട സംഖ്യ 100. 135-ന് 100 കുറച്ച് എത്ര ഇട്ടുണ്ട്? 135 ഇട്ടുണ്ട്.
അപ്പൊ 135 എന്ന സംഖ്യയിൽ 35 ഒഴിവാക്കിയപ്പോ എന്ത് ചെയ്തു? 35 ഒഴിവാക്കിയപ്പോ ആവറേജ് എന്ന് പറയുന്നത് 100 ആയി. ബാക്കിയുള്ള നാല് സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് 100 ആയി. ഓക്കെ, അപ്പൊ 35 ഒഴിവാക്കിയിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ. ലൂഫ സെൽസ് ലെവലൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ലോജിക് കിട്ടിയ പിന്നെ ഈ ആവറേജിന്റെ ലോജിക് കിട്ടിയ ഇതിപ്പോ ആവറേജ് കണ്ടെത്താനല്ലേ? ആവറേജ് നമുക്ക് തന്നിട്ട് ടോട്ടൽ നമ്പർ കണ്ടെത്താനാണ് അല്ലേ? ഇപ്പൊ നമ്പറുകൾ തന്നിട്ട് അതിന്റെ ആവറേജ് കണ്ടെത്താൻ പറയും. ആ നമ്പറുകളൊക്കെ കൂട്ടാൻ എന്നിട്ട് എത്ര നമ്പറുകളാണ് നമ്മൾ കൂട്ടിയിട്ട് അതിനായിട്ട് ഹരിക്കുക. അത് നമുക്ക് ആവറേജ് കിട്ടും. ഇവിടെ നമുക്ക് ആവറേജ് ഓൾറെഡി തന്നിട്ടുണ്ട്. ആവറേജ് തന്നിട്ട് സംഖ്യകളുടെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ കണ്ടെത്തിയാൽ മതി. ടോട്ടൽ നമ്പർ കണ്ടെത്താൻ ആവറേജ് ഇൻറ്റു എന്താ പറയാ നമ്പേഴ്സ് എത്ര നമ്പറാണ് ഉള്ളത് അത് എഴുതാൻ. അപ്പൊ അത് ഗുണിച്ചാൽ നമുക്ക് ടോട്ടൽ കിട്ടും. ഈ 5 സംഖ്യകളുടെ ടോട്ടൽ കിട്ടും. ഓക്കെ, ഒന്നുകൂടെ പറയാന്നോ? ആ, ഓക്കെ, ഞാൻ പറയാം. അതായത് just ഒരു minute. ആ. 5 സംഖ്യകളുടെ ആവറേജ് എന്ന് പറഞ്ഞത് 27 അല്ലേ? 5 സംഖ്യകളുടെ ആവറേജ് എന്ന് പറഞ്ഞത് 27 ആണെന്നുണ്ടെങ്കിൽ ഈ 5 സംഖ്യകളുടെ ടോട്ടൽ കിട്ടിക്കൂടെ നമുക്ക്? മൂന്ന് സംഖ്യകളുടെ ആവറേജ് എന്താ 30 ആണെന്നുണ്ടെങ്കിൽ, 3 സംഖ്യകളുടെ ആവറേജ് 30 ആണെന്നുണ്ടെങ്കിൽ ഈ 3 സംഖ്യകൾ കൂട്ടി എത്ര ആയിരിക്കും കിട്ടേണ്ടത്? 30 × 3 90 അല്ലേ? 3 സംഖ്യകളുടെ ആവറേജ് 30 ആണെങ്കിൽ അത് ഒരു സംഖ്യ 30ആണ്, മറ്റു സംഖ്യ 30 അപ്പൊ എത്രയായി? ടോട്ടൽ എനിക്ക് എത്ര? 90 കിട്ടി അല്ലേ? അപ്പൊ ഇത് ഇവിടെ അതേപോലെ തന്നെ 5 സംഖ്യകളുടെ ആവറേജ് 27 ആണെങ്കിൽ ഈ 5 സംഖ്യകൾ കൂട്ടുമ്പോൾ എത്ര എത്ര കിട്ടുന്നുണ്ട്? 27 × 5 = 135 ആണ് ഈ 5 സംഖ്യകളുടെ ടോട്ടൽ എന്ന് പറയുന്നത്. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? വൺ ഓഫ് ദ നമ്പർ ഈസ് എക്സ്ക്ലൂഡഡ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ ഒഴിവാക്കുമ്പോൾ 135 നിന്ന്, അതായത് 135 5 സംഖ്യകളുടെ ടോട്ടൽ ആണല്ലോ, ഈ 5 സംഖ്യകളിൽ നിന്ന് ഏതോ സംഖ്യ ഒഴിവാക്കുമ്പോൾ ആവറേജ് എത്ര ഉണ്ട്? 25 ആവറേജ് 25 അപ്പൊ ഈ ആവറേജ് 25 ഇവിടെ എത്ര സംഖ്യകളുള്ളത്? 4 സംഖ്യകളുള്ളത്. 5 സംഖ്യത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. 25 ഇപ്പൊ 4 സംഖ്യകൾ. അപ്പൊ ഈ 4 സംഖ്യകളുടെ ടോട്ടൽ 25 × 4 ചെയ്ത് 100 കിട്ടുന്നുണ്ട്. 100 കിട്ടുന്നുണ്ട്. അപ്പൊ 5 സംഖ്യയുള്ളപ്പോ 135, 4 സംഖ്യയുള്ളപ്പോ ടോട്ടൽ 100 ആണെങ്കിൽ ഒഴിവാക്കപ്പെട്ട സംഖ്യ എത്ര ആയിരിക്കും? ഇവിടെ 35 കാരണം 100-ൽ നിന്ന് 135-ൽ നിന്ന് എന്താ 35 പോയപ്പോഴാണ് ഇവിടെ 100 കിട്ടുന്നുണ്ട്. 135-ൽ നിന്ന് 35 പോയപ്പോഴാണ് ഇവിടെ 4 സംഖ്യകളുടെ ടോട്ടൽ 100 എന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് 135-ൽ നിന്ന് 100-ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 35ആണ്. 35 എന്ന് പറയുന്ന സംഖ്യയാണ് ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള 4 സംഖ്യകളുടെ ടോട്ടലാണ് 100 എന്ന് പറയുന്നത്. 35 അടക്കമാകുമ്പോൾ ടോട്ടൽ 135 ആകുമായിരുന്നു. പക്ഷെ 35 ഒഴിവാക്കിയപ്പോൾ ബാക്കി ആവറേജ് 100 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് എക്സ്ക്ലൂഡഡ് നമ്പർ? ഒഴിവാക്കപ്പെട്ട നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് 35ആണ്. ബാക്കിയുള്ള സംഖ്യകൾ നമുക്കറിയില്ല, പക്ഷെ ഒഴിവാക്കേണ്ട സംഖ്യ നമുക്ക് കണ്ടെത്താൻ സിമ്പിൾ ആണ്. ഫസ്റ്റത്തെ സമ്മും ഒഴിവാക്കേണ്ട സംഖ്യ പോയപ്പോഴുള്ള സമ്മും അവിടെ കൂട്ടുമ്പോൾ അതിന് രണ്ടും ഓർക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ട സംഖ്യ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ ചെയ്യണേ. ഇനി ചെയ്യാൻ കഴിയോ? ദ ആവറേജ് മാർക്ക് ഓഫ് 40 സ്റ്റുഡൻസ് 72. 40 സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. അതിൽ ബോയ്സും ഗേൾസ് ഒക്കെ ഉണ്ട്. 40 സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 72ആണ്. അത് നമുക്ക് ടോട്ടൽ മാർക്ക് കിട്ടും അല്ലേ? ആവറേജ് ഇവിടെ വന്നിട്ടുണ്ട്, സ്റ്റുഡൻസിന് എണ്ണം വന്നിട്ടുണ്ട്. ടോട്ടൽ മാർക്ക് കിട്ടാൻ തമ്മിൽ ഗുണിച്ചാൽ ടോട്ടൽ മാർക്ക് കിട്ടും. പിന്നെ വെച്ചിട്ടുള്ള എന്താണ്? ഈ ഇത് ആവറേജ് മാർക്ക് ഓഫ് ബോയ്സ് ഈസ് 70. ബോയ്സിന്റെ ആവറേജ് മാർക്ക്, ബോയ്സ് ഇത്ര നമുക്കറിയില്ല, ഗേൾസിന്റെ ഇത്ര ഒന്നും അറിയില്ല. പക്ഷെ ബോയ്സിന്റെ ആവറേജ് മാർക്ക് 70ഉം അതുപോലെ തന്നെ ഗേൾസിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 75ആണ്. ടോട്ടൽ സ്റ്റുഡൻസിന്റെ 72ആണ്. പക്ഷെ ഇനി ബോയ്സിനും ഗേൾസിനും എടുത്ത് നോക്കും, ബോയ്സിന്റെ മാർക്കൊക്കെ എടുത്ത് നോക്കിയിട്ട് അതിനെ ബോയ്സിന്റെ നമ്പർ കൊണ്ട് ഹരിക്കുമ്പോൾ 70ആണ് അവർ ആവറേജ് കിട്ടുന്നത്. ഗേൾസിന്റെ തന്നെ 75ആണ്. അപ്പൊ ചോദിച്ചിട്ടുള്ളതാണ് ഹൗ മെനി ഗേൾസ് ആർ ദർ? ടോട്ടൽ ഇതിൽ 40 കുട്ടികളുണ്ട്. അവരുടെ ആവറേജ് 72ആണ്. പക്ഷെ ബോയ്സിന്റെ 70ഉം ഗേൾസിന്റെ 75 ആകുമ്പോൾ ഹൗ മെനി ഗേൾസ് ആർ ദർ? എത്ര ഗേൾസ് ഉണ്ട് അവിടെയാണ് ചോദിക്കുന്നത്. ഹൗ മെനി ഗേൾസ് ആർ ദർ? ഇവിടെ എത്ര ഗേൾസ് ഉണ്ട്? ഈ ക്ലാസ് റൂമിൽ എത്ര ഗേൾസ് ഉണ്ട്? ജസ്റ്റ് കണ്ടെത്താൻ കഴിയും. നമുക്ക് ഓരോ ഓപ്ഷന് എന്താ പറയാ, ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ കിട്ടുട്ടോ. ഓപ്ഷന് നമുക്ക് എന്താ പറയാ, ഓപ്ഷനിലൂടെ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ സാധാ ഇക്വേഷനിലൂടെ ആൻസർ കണ്ടെത്താൻ പറ്റും. ജസ്റ്റ് ശ്രമിച്ചു നോക്കും.
ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ ട്ടോ. ഞാൻ ഇതിന് കൂടെ ചെയ്യാം, എന്നാലേ നമുക്ക് പെട്ടെന്ന് മൂവ് ആവാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ആകെ 40 കുട്ടികളല്ലേ ഉള്ളത്. ഈ 40 കുട്ടികളുടെ ആവറേജ് 72 ആണെങ്കിൽ ഇവർക്കൊക്കെ പാട് കിട്ടിയ മാർക്ക് എത്ര ആയിരിക്കും? ടോട്ടൽ എത്ര ആയിരിക്കും? 72 ഇൻറ്റു ആവറേജ് ഇൻറ്റു സംഖ്യ നമ്പർ അല്ലെ, എത്ര എത്ര 40 മാർക്കുള്ളല്ലേ. അപ്പൊ 72 ഇൻറ്റു 40 ചെയ്ത് നോക്കാം. അത് 72 4 ചെയ്യും. ഈ പൂജ്യം അവിടെ ഇട്ടോ, പൂജ്യം നമുക്ക് വേണ്ട, ലാസ്റ്റ് ഇട്ട് എടുക്കാം. 72 4 ചെയ്യാം. അങ്ങനെ 8 4 7 എത്ര? 28 അല്ലെ. നമുക്ക് പൂജ്യം ഇട്ട് കൊടുക്കാം. 2880 മാർക്കാണ് ഇവരെല്ലാരും കൂടെ വാങ്ങിയത്. 2880 മാർക്കാണ് ഇവരെല്ലാരും കൂടെ വാങ്ങിയത്. ഇനി നമ്മള് ഒന്ന് നോക്കട്ടോ. 2880 ഇവരെല്ലാരും മാർക്ക്. നമുക്കറിയാം 40 കുട്ടികളുള്ളത്, ആവറേജ് 72 2880 മാർക്കാണ് ഇവരെല്ലാരും കൂടെ വാങ്ങിയത്. ടോട്ടൽ മാർക്ക് കിട്ടിട്ടോ. ഇനി നമുക്ക് എന്താണ് ആവറേജ് ഓഫ് ബോയ്സ് ഈസ് 70 അല്ലെ. ബോയ്സിന് നമുക്ക് എന്താ കിട്ടാം? ഒരു ജസ്റ്റ് മിനിറ്റ്. ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് നമുക്കൊരു എക്സ് ആക്കിയിട്ട് എടുക്കാം അല്ലെ. അല്ലെങ്കിൽ ഗേൾസിന്റെ എണ്ണം നമുക്ക് ഇപ്പൊ കാണുന്നത് ഗേൾസിന്റെ എണ്ണം. ഓക്കെ, ക്വസ്റ്റിൽ ചോദിച്ചിട്ടുള്ള എന്താ? ബോയ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 70ഉം ഗേൾസിന്റെ ആവറേജ് 75ഉം ആണ് അല്ലെ. ഗേൾസിന്റെ ആവറേജ് 75. ഹൗ മെനി ഗേൾസ് ആണ്? ഗേൾസ് എണ്ണം എത്രയാണെന്ന് ചോദിക്കേണ്ടത്. അപ്പൊ ഗേൾസിന് നമുക്ക് എക്സ് എടുക്കാം, എക്സ് എടുക്കാം. പിന്നെ ബോയ്സിന്റെ എണ്ണോ? ബോയ്സിന്റെ എണ്ണോ? ഗേൾസിന്റെ എണ്ണം നമുക്ക് എക്സ് ആണെങ്കിൽ ബോയ്സിന് ആകെ 40 അല്ലേ, ആകെ 40 അല്ലേ. അപ്പൊ 40 മൈനസ് എക്സ് ആയിരിക്കും. 40 മൈനസ് എക്സ് ആയിരിക്കും. ഗേൾസ് എക്സ് ആണ്, ഒരു 20 ആണെങ്കിൽ ബോയ്സ് 20 ആയിക്കാരം. 40 മൈനസ് 20 ബോയ്സ് 40 ആയിക്കാരം. ഗേൾസ് 10 ആണെങ്കിലോ ബോയ്സ് 40 മൈനസ് 10 ബോയ്സ് 30 ഉണ്ടാവും. അപ്പൊ ഗേൾസിന്റെ എണ്ണം നമ്മളോട് ചോദിച്ചിട്ടുള്ള ഗേൾസിന്റെ എണ്ണം കാണാനല്ലോ പറഞ്ഞില്ലേ. അപ്പൊ ഗേൾസിന് നമ്മൾ എക്സ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അസ്യൂം ചെയ്യും ഗേൾസിന്റെ എണ്ണം എക്സ് ആണ് കേട്ടോ, നമ്മളെല്ലാം കണ്ടെത്തുള്ളത്. അപ്പൊ ഗേൾസിന്റെ എണ്ണം ബോയ്സ് എന്ന് പറയുന്നത് 40 മൈനസ് ഈ 40 എവിടെ നട്ടി? 40 എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം, ബോയ്സും ഗേൾസും കൂടിയതാണ് 40. അപ്പൊ അതിന് ഗേൾസിന്റെ എണ്ണം കുറച്ച ബോയ്സിന് എണ്ണം 40 മൈനസ് എക്സ് കിട്ടും ഇല്ലേ. ഇനി നമുക്കൊരു ഗേൾസിന്റെ ആവറേജ് മാർക്ക് എത്രയാണ്? ഗേൾസിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 75ആണ്. 75 ഇവർ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ആവറേജ് 75 എക്സ് എത്ര? ഇവരെ എണ്ണം എത്രയാണ്? എത്ര ഗേൾസ് ഉള്ളത്? എക്സ് ഗേൾസ് ഉള്ളത്. അപ്പൊ ഇവരുടെ മാർക്ക് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 75 എക്സ് ആണ് അല്ലെ. ഇവർക്ക് ആവറേജ് മാർക്ക് 75 ആണെങ്കിൽ ഇവരുടെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 75 ഇൻറ്റു ഇവരുടെ എണ്ണം അല്ലേ. ഇവരുടെ എണ്ണം എക്സ് ആണെങ്കിൽ 75 ഇൻറ്റു എക്സ് നമ്മൾ 75 എക്സ്, 75 എക്സ്. പിന്നെ ബോയ്സിന്റെ എണ്ണോ? 40 മൈനസ് എക്സ് ഇൻറ്റു ഇവരെ ആവറേജ് എത്രയാണ്? 40 മൈനസ് എക്സ് ആണല്ലോ ഇവരെ എണ്ണം എന്ന് പറയുന്നത്. അതിനെ ഗുണിക്കണം ഇവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 70 ആണ്. അത് ചെയ്ത് നോക്കാം. ഇതിനെ ഗുണിക്കാം, ബ്രാക്കറ്റിലുള്ളതിനെ തന്നെ ഗുണിക്കലേനെ, ബ്രാക്കറ്റിലുള്ളത് തന്നെ കൊടുക്കുക. അതായത് 40 ഇൻറ്റു 70 ചെയ്യാം, പിന്നെ മൈനസ് എക്സ് ഇൻറ്റു 70 ചെയ്യാം. അങ്ങനെ കേട്ടോ. 40 മൈനസ് എക്സ് എന്നുള്ളത് ഒരു സാധനമാണ്, ഒരു ബോയ്സിന്റെ എണ്ണം. അതിന് നമ്മൾ 70 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 40ഉം 70ഉം ഗുണിക്കാം, മൈനസ് എക്സും 70ഉം ഗുണിക്കുക. ഇത് മൈനസ് എക്സ് അല്ലേ, മൈനസ് എക്സും 70ഉം ഗുണിക്കുക. അപ്പൊ മൈനസ് 70 എക്സ് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ ബോയ്സിന്റെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 40ഉം 70ഉം ഗുണിക്കുമ്പോൾ എത്ര? 4 7 28 അല്ലേ. പിന്നെ 2 പൂജ്യം എടുത്ത 2800, 2800. പിന്നെ കഴിഞ്ഞിട്ടില്ല. മൈനസ് എക്സ് ഇൻറ്റു 70 സമം എന്താ പറയാ? മൈനസ് 70 എക്സ്, മൈനസ് 70 എക്സ്. അതാണ് ഇവരുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ബോയ്സിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 2800 മൈനസ് 70 എക്സ് ആണ്. ഗേൾസിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 75 എക്സ് ആണ് അല്ലേ. അപ്പൊ നമുക്കറിയാം ആകെ ടോട്ടൽ മാർക്ക് 2880 ഈ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ബോയ്സിന്റെ മാർക്കും ഗേൾസിന്റെ മാർക്കും അവിടെ കൂടിയതല്ലേ. 2880 നമുക്ക് ഇങ്ങനെ കിട്ടി. ആകെ ക്ലാസ്സിൽ 40 കുട്ടികളുള്ളത്, അവരുടെ ആവറേജ് 72 ആകുമ്പോൾ അവരുടെ ടോട്ടൽ മാർക്ക് 2880. ഈ 2880 എന്ന് പറഞ്ഞാൽ ബോയ്സിന്റെ മാർക്കും ഗേൾസിന്റെ മാർക്കും കൂടിയതല്ലേ. അപ്പൊ ഗേൾസിന്റെ മാർക്ക് എത്ര നമുക്കറിയാം? 75 എക്സ് അല്ലെ. 75 എക്സ് ഗേൾസിന്റെ മാർക്ക് എന്ന് പറയും. പ്ലസ് 75 എക്സ് കൂട്ടണം. ബോയ്സിന്റെ മാർക്ക് എത്രയാണ്? 2800 മൈനസ് 70 എക്സ് അല്ലേ. 2800 മൈനസ് 70 എക്സ് അല്ലേ. 70 എക്സ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് ഉള്ളതിനൊക്കെ ഒരു സൈഡിലും എക്സ് ഇല്ലാത്തതിനെ സൈഡിലാക്കാം. ഇവിടെ 2800 അല്ലേ. 2800 ഇത് പ്ലസ് 2800 ആണ്. ഈ സമത്തിന്റെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് 2800 ആവും. അപ്പൊ ഇവിടെ 2880 ഇവിടെ ഉണ്ട്, 2880. പിന്നെ നമ്മൾ എന്ത് ഇവിടെ കാണുന്ന ഈ 2800 ഉണ്ടല്ലോ, 2800 മൈനസ് എക്സ് ആണ് ബോയ്സിനാണ്. ഈ 2800 നമ്മൾ സമത്തിന് പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് 2800. ഓക്കെ, മറ്റേ പ്ലസ് 2800 മൈനസ് 2800 ഈക്വൽ ടു 75 എക്സും
മൈനസ് ഇവിടെ 75x ഉള്ളത്, പിന്നെ ഇവിടെ -70x ഉള്ളത്. 75x -70x ക്ലിയർ ആവണ്ടെന്ന് വിചാരിക്കട്ടോ. 75x -70x അപ്പൊ 2880 2800 കുറച്ച് എത്ര, ബാക്കി 80 അല്ലേ, ഈസ് ഈക്വൽ ടു 75x 70x കുറച്ച്, 75x നിന്ന് 70x കുറച്ച് എത്ര എക്സ് ഉണ്ടാവും, 5x ഉണ്ടാവും. 5x ബാക്കി ഉണ്ടാവും. നിങ്ങളിപ്പോ എക്സിന്റെ എണ്ണം കിട്ടുട്ടോ, 5x ബാക്കി കിട്ടും. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്താ എക്സിന് കിട്ടണമെങ്കിൽ അഞ്ചിന് ഇവിടെ ഗുണിക്കണം അഞ്ചാണല്ലോ, ഹരിക്കണം അഞ്ചാവും. ഓക്കെ. അപ്പൊ 80 - 5 ഈക്വൽ ടു എക്സ്. എക്സ് 80 എത്ര അഞ്ചുണ്ട്, 80 എത്ര അഞ്ചുണ്ട് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. 80 എത്ര അഞ്ചുണ്ട് ചെയ്ത് നോക്കാം. 8 ഒരു അഞ്ചാണ്, ഒരു അഞ്ചഞ്ച്, ബാക്കി എത്രയാണ് ശിഷ്ടം 3, 3 5 പോകില്ല, അപ്പൊ 0 ഇറക്കിയത്. 30 എത്ര അഞ്ചുണ്ട്, 6 അഞ്ചുണ്ട്, 6 5 30 ശിഷ്ടം 0. അപ്പൊ എത്രയുണ്ട്, 80 എത്ര അഞ്ചെന്ന് വെച്ചാല് എത്രയാണ്, 16 ഉണ്ട്. 16, 16 ഈക്വൽ ടു എക്സ്. എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ, എക്സിന്റെ വാല്യൂ 16 കിട്ടി. നമ്മളോട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗേൾസിന്റെ എണ്ണാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, ഗേൾസിന്റെ എണ്ണം അല്ലേ, 16 ഓപ്ഷൻ ഉണ്ടാക്കണം. ഓപ്ഷൻ ഡി ഈക്വൽ ടു 16. മനസ്സിലായപ്പോ ഈ സംഭവം ക്ലിയർ ആണോ? ഹലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആണോ എന്നാ പറയട്ടെ എല്ലാവരും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പൊ നമ്മള് ഈ എന്താണോ ചോദിച്ചത് അതായിട്ട് എക്സ് ആക്കിയിട്ട് എടുക്കുക. മച്ചിന് നമ്മൾ എക്സ് കൊണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി മച്ചിന് വയ്യും കൊടുക്കില്ല. ബോയ്സിന് എക്സും ഗേൾസിന് വയ്യും കൊടുത്താൽ പിന്നെ നമ്മൾ അങ്ങനെ എക്സിനെയും വൈനെയും കണ്ടെത്താം. ബോയ്സിന് ഗേൾസിന് എക്സ് എടുക്കുമ്പോൾ ബോയ്സിന് എക്സുമായി ബന്ധപ്പെട്ട ഒരു വാല്യൂനെ കൊടുക്കണം. ആകെ 40 കുട്ടികളല്ലേ ഉള്ളത്. അപ്പൊ ക്ലാസ്സിൽ എക്സ് എണ്ണം ഗേൾസ് ആണെങ്കിൽ ബോയ്സിന് എത്ര ആയിരിക്കും, 40 - എക്സ് ആയിരിക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാണും. ഇവരുടെ ആവറേജ് നമുക്കറിയാം അല്ലേ. ഗേൾസിന് അവരുടെ 75 ആണെന്നുണ്ടെങ്കിൽ ഗേൾസിന്റെ ടോട്ടൽ മാർക്ക് എത്ര ആയിരിക്കും, 75 ഇൻറ്റു ഗേൾസിന് എക്സ് അല്ലേ, അപ്പൊ 75x. ബോയ്സിന്റെ ആവറേജ് മാർക്ക് 70 ആണെങ്കിൽ ബോയ്സിന് എണ്ണ എത്ര, 40 - എക്സ് അല്ലേ, അപ്പൊ 70 ഇൻറ്റു 40 - എക്സ് ചെയ്യും. അപ്പൊ നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലാവുമ്പോൾ രണ്ടോണ്ട് ഗുണിക്കണം, 40ഉം 70ഉം ഗുണിക്കണം, -എക്സും 70ഉം ഗുണിക്കണം. അപ്പൊ 40 × 70 2800 -x × 70 -70x ആവും അല്ലെ. പ്ലസും മൈനസും ഗുണിച്ചാൽ മൈനസ് ഉത്തരം വരും, -70x ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സമത്തിന്റെ പുറത്തേക്ക് സംഖ്യകളെ കൊണ്ടുവരും, എക്സിന്റെ പുറത്തും കൊണ്ടുവരും, എന്നിട്ട് നമ്മൾ എക്സിനെ സോൾവ് ചെയ്യും. അപ്പൊ എക്സ് ഈക്വൽ ടു 16 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ 16 ഗേൾസിന്റെ ഈ ക്ലാസ് റൂമിലെ ഗേൾസിൽ നിന്ന്. ബാക്കി ബോയ്സ് എത്രയാണ് ഉണ്ടാവും, 24 ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഈ 16 എവിടെ, ആ ഇപ്പൊ നമുക്ക് ബോയ്സിന്റെ 24 കിട്ടി. നമുക്കത് ആൻസർ ശരിയാണോ നോക്കാം. 24 ബോയ്സിൽ ഉള്ളത്, 24 ബോയ്സിന് ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 70 അല്ലേ. 24 ബോയ്സിന് ആവറേജ്, ഗേൾസ് 16 ആണെങ്കിൽ ബോയ്സ് 24 അല്ലേ. ഇവരെ മാർക്ക് 70 ഉണ്ട്. 24 70 ഗുണിച്ച് നോക്കാം. 24 × 70, 70 പൂജ്യം അവിടെ കിട്ടാം, നമുക്ക് 7 ആയിട്ട് ഗുണിക്കാം കേട്ടോ. 8 14 168, 168 അല്ലെ. നമ്മൾ പൂജ്യം ഇട്ടെടുക്കുക. 1680 മാർക്കാണ്, 1680 മാർക്കാണ് ബോയ്സ് നേടിയിട്ടുള്ളത്. ഗേൾസ് നേടിയിട്ടുള്ളതോ, ഗേൾസ് 16 ആളല്ലേ ഉള്ളത്, 16 ആളുള്ളത്. ഒരു ആവറേജ് എത്രയാണ് ഗേൾസിൻ്റെത്, 75ആണ്. അപ്പൊ 16 × 75 നമ്മൾ വലിയ സംഖ്യ മേലെ എഴുതി വെക്കട്ടാ. 75 × 16 അല്ലേ, ചെയ്ത് നോക്കാം. 30, 3 ശിഷ്ടം ഉണ്ടാവും, 7 6 എത്രയാണ്, 42, 3 ശിഷ്ടം ഉണ്ടാവും, 45, 450 എഴുതി. പിന്നെ ഒരു 75 75ആണ് ഇവിടെ എഴുതി. നിങ്ങൾ കൂട്ടിയൊക്കെ 0 0 1200, 1200 എന്താണ് ഗേൾസിന്റെ മാർക്ക് കേട്ടോ. 75 × 16 75 ഇവിടെ നട്ടിയ പോലെ ആവറേജ് മാർക്ക് 16 എന്നുള്ളത് അവരെ എണ്ണമാണ് നമ്മളിപ്പോ കണ്ടെത്തിയത്. അപ്പൊ ഇവരെ 1200 മാർക്കാണ് ഗേൾസ് നേടിയിട്ടുള്ളത്. ബോയ്സ് 1680ഉം ഗേൾസ് എത്ര 1200. ടോട്ടൽ എത്രയാണ്, 0 8 8 2 2880 ഇവരുടെ ടോട്ടൽ മാർക്ക്. അതിനല്ല നമ്മൾ നേരത്തെ കിട്ടിയ 2880 അല്ലേ. ആകെ കുട്ടികൾ 72 ആവറേജ് ആണെങ്കിൽ 40 കൊണ്ട് നിൽക്കുമ്പോൾ 2880 കിട്ടുന്നുണ്ട്. ബോയ്സിന്റെ മാർക്കും ഗേൾസിന്റെ മാർക്കും കൂട്ടുമ്പോൾ 2880 കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഉറപ്പായത് ഗേൾസിന്റെ എണ്ണം 16 തന്നെയാണ്. അപ്പൊ ബോയ്സിന്റെ എണ്ണം 24 നമുക്ക് കിട്ടി.
ഓക്കെ, ഇതിലെല്ലാം പറയാം. ഞാനിപ്പോ ചെയ്ത പ്രോബ്ലംസ് തന്നെ കേട്ടോ. നമ്മൾ ഗേൾസിന്റെ എണ്ണം ചോദിച്ചു, ഗേൾസിന്റെ എണ്ണം എക്സ് ആയിട്ട് എടുത്തു. ബോയ്സിന്റെ എണ്ണം നടന്ന് 40 മിനിറ്റ്സ് എക്സ് ആയിട്ട് എടുത്തു. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 40 കുട്ടികളുള്ളത്, ആവറേജ് 72. ടോട്ടൽ മാർക്ക് 2850 നമുക്കറിയാം. ഇനി ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ബോയ്സിന് 70 കൊണ്ട് വിളിച്ചാൽ ബോയ്സിന്റെ എണ്ണം അവരുടെ ആവറേജ് മാർക്ക് 70ആണ്. ഗേൾസിന്റെ എണ്ണം 75ആണ്. ഗേൾസിന്റെ എണ്ണം എക്സ് ആണ്. അവർ ആവറേജ് മാർക്ക് 75ആണ്. അപ്പൊ 75 എക്സ് അത് രണ്ടും കൂട്ടുമ്പോൾ 2750 കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? 2800 സമത്തിന് പുറത്ത് കൊണ്ടുവന്ന് ലാസ്റ്റ് എന്ത് ചെയ്തു? ലാസ്റ്റ് എക്സ് ഈക്വൽ ടു 16 എന്ന് കിട്ടി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത് എല്ലാവരും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ കേട്ടോ. ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 3. ആദ്യത്തെ 5 ഗുണിതങ്ങൾ. 5 ഗുണിതങ്ങൾ അതിന്റെ ആവറേജ് കാണാന്ന് പറയുന്നത്. ആ 3ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ കാണാൻ, അത് കൂട്ടാൻ, അതിന്റെ ആവറേജ് കാണാം. ഓക്കെ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ചെയ്യണ്ടല്ലോ അല്ലേ? ആകെ 3 ആൾക്കാരാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നു വിചാരിക്കണം. എന്റെ വോയിസ് മ്യൂട്ടാ. ഓ, സോറി സോറി, ഞാൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്തു. സോറി സോറി, മൈക്ക് ഓഫ് ആക്കിയില്ലേ? പറഞ്ഞ നന്നായിട്ട്, താങ്ക് യു. ശ്രദ്ധിക്ക, അതായത് നമ്മള് എന്താ പറയാ, ഫസ്റ്റത്തെ 3 ഗുണിതങ്ങളല്ലേ? മൂന്ന് ഫസ്റ്റത്തെ 5 ഗുണിതങ്ങളല്ലേ? 5 മൾട്ടിപ്പിൾസ്, 5 ഗുണിതങ്ങളാണ്. 3, 6, അതുപോലെ തന്നെ 9, 12, 15. ഇതല്ലേ ആദ്യത്തെ 5 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞത്? അപ്പൊ സംശയം ഉണ്ടാവും, 3 കൂട്ടണമെന്ന്. 1, 3, 3 അതെന്തായാലും കൂട്ടണം കേട്ടോ. നമ്മൾ 6 മുതൽ തുടങ്ങരുത്. 2, 3 മുതലല്ല, 1, 3, 3.
2 3 6 3 3 9 4 3 12 5 3 15. ഇതാണ് ടോട്ടൽ. ഇതിന് ആവറേജ് ആണ്. അതെല്ലാം കൂട്ടിയിട്ട് ഹരിക്കണം 5 ചെയ്താ പോലെ. 3 6 9. അല്ല 9 9 18. 18 12 30. 30 15 45. അപ്പൊ ഇത് കൂട്ടുമ്പോൾ എത്ര ഇട്ടുണ്ട്? എല്ലാം കൂട്ടുമ്പോൾ 45 ഇട്ടുണ്ട്. 45 ഇതിന്റെ സമ്മാണ്. സമ്മല്ല വേണ്ടത്, ആവറേജിലാണ് വേണ്ടത്. അപ്പൊ 45 ഹരിക്കണം 5. കാരണം 5 സംഖ്യയില്ല നമുക്കുള്ളത്. 5 സംഖ്യ ഹരിക്കുമ്പോൾ എത്ര ഇട്ടുണ്ട്? 45 ഹരിക്കണം 9 സമയം 9 അല്ലെ? 45 ഹരിക്കണം 5 ഈക്വൽ ടു 9. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞാൽ 9. പക്ഷെ എത്തിക്കുള്ളത് നമ്മൾ ഏത് സംഖ്യന്റെയും ആദ്യത്തെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെ ആയിരിക്കും. 9 9 ഇൻറ്റു 1 എത്രയാണ്? 9 തന്നെയല്ലേ? 8 ആണെങ്കിലോ 8 ഇൻറ്റു 1 8 തന്നെയാണ്. 7 ഇൻറ്റു 1 7 ആണ്. അപ്പൊ ആ സംഖ്യനെ ആദ്യം നമ്മൾ കൂട്ടണം. പിന്നെ അതിന്റെ ഡബിള്, പിന്നെ 3 കൊണ്ട് ഗുണിച്ചത്, 4 കൊണ്ട് ഗുണിച്ചത്, 5 കൊണ്ട് ഗുണിച്ചത്, അങ്ങനെ കണ്ടെത്തും കേട്ടോ. അപ്പൊ അതും കഴിഞ്ഞിട്ടോ നമ്മള് ഏകദേശം ആവറേജുമായി ബന്ധപ്പെട്ടിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ഒക്കെ നമുക്ക് മാത്സിൽ ഒരുപാട് ആസ്പെക്റ്റുകൾ ഉണ്ടായതുകൊണ്ടാണ് എല്ലാത്തിനും 2 3 ക്വസ്റ്റ്യൻ മാത്രം ഉദാഹരണം പറഞ്ഞിട്ട് പോകുന്നത്. ബാക്കി നിങ്ങൾ ഇപ്പൊ ക്യൂസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് കണ്ടെത്തണം. പിന്നെ ആവറേജ് പെർസെന്റേജ് ഒക്കെ താരതമ്യം സിമ്പിൾ ആയിട്ടുള്ള വലിയ ടഫായിട്ട് ചോദിക്കാത്ത സാധനങ്ങളാണ് ആവറേജ്. പിന്നെ നമുക്ക് ചോദിച്ചത് എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കോഡ് ലാംഗ്വേജ്, ഏതൊരു പ്രത്യേക കോഡ് ലാംഗ്വേജിൽ കോൾഡ് എന്ന് എഴുതിയിട്ടുള്ളത് DPME ആണ്. കോൾഡ് COLD എന്നതിനെ DPME എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വാം എന്നതിനെ എങ്ങനെ എഴുതും? ഓക്കെ, അന്തന, അതുപോലെ തന്നെ ഫർസാന, സിയാദ് 3 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? കോൾഡ് എന്നതിന് DPME എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ വാമ എന്നതിനെ എങ്ങനെ എഴുതാൻ പറ്റും? കോൾഡും DPME ഉള്ള ബന്ധം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നൂറ ഖാലിദ്, എല്ലാവർക്കും ആണ് ആൻസർ ഇട്ടിട്ടുള്ളത്. നമുക്ക് നോക്കട്ടോ. കോൾഡ് ഇല്ല, കോൾഡിൽ 4 അക്ഷരം ഉള്ളത് അല്ലെ? DPME 4 അക്ഷരങ്ങൾ. അപ്പൊ ഓരോ അക്ഷരത്തിന്റെ പകരം ഓരോ അക്ഷരമാണ്. സീന്റെ പകരം D ആ വന്നത്, ഓന്റെ പകരം P ആ വന്നത്, എല്ലിന്റെ പകരം M ആ വന്നത്, ഡീന്റെ പകരം E ആ വന്നത്. അപ്പൊ ഇത് നമ്മൾ സിക്ക് ശേഷമുള്ള സംഖ്യയല്ലേ D എന്ന് പറയുന്നത്? അപ്പൊ നേരെ ശേഷമുള്ള ഇതോ ഓക്ക് ശേഷം LMNOP അല്ലേ? ഓക്ക് ശേഷം P, കറക്റ്റ് ആണ്. പിന്നെ എല്ലിന് ശേഷം LMNOP അല്ലേ? എല്ലിന് ശേഷം M, അത് ശരിയാണ്. ഡിക്ക് ശേഷം E. അപ്പൊ എല്ലാ ലെക്ചറും കൊടുത്തിട്ട് അതിന്റെ നെക്സ്റ്റ് ലെക്ചർ വെച്ചിട്ടാണ് എന്താണ് ഇവിടെ ചെയ്യണത്. ഓക്കെ. അപ്പോ എന്താ പറയാ, വാമ എന്നതിൽ ഡബ്ല്യുവിന് ശേഷം വരുന്നത് തന്നെ എക്സ് ആണ്. ഡബ്ല്യുവിന് ശേഷം എക്സ് വരും. പിന്നെ എക്ക് ശേഷം വരല് ബി ആണ് അല്ലെ? ബി ആണ്. ആറിന് ശേഷം വരല് ആരാണ്? RSTU അല്ലേ? എസ് ആണ്. പിന്നെ എമ്മിന് ശേഷം വരല് എൻ ആണ്. അപ്പൊ XBSN. XBSN എന്ന് പറഞ്ഞാലാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇതൊരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മോഡലുകൾ ഒരു കോഡ് വന്നിട്ട് ഇത് ഇങ്ങനത്തെ 1 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നമുക്ക് സെറ്റ് ആക്കാം. അടുത്തൊന്ന് നോക്കാം. In a certain code, painter is written as RETNAP. How is singer written in that? ഒരു കോഡില് പെയിന്റർ എന്ന് പറയുന്നത് RETNAP ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ആണെങ്കിൽ സിംഗറിനെ എങ്ങനെ എഴുതും? ഓക്കെ, എല്ലാവരും ബി ആണ് അല്ലെ? എന്തുകൊണ്ട് ബി ആണെന്നുള്ള കിട്ടി? നമുക്കറിയാം പെയിന്റർ എന്നത് ഇവിടെ ഇപ്പൊ പിയും ആറും എയും ഇയും എന്നും ടിയും ഒന്നും പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായത് നേരെ തലതിരിച്ച് എഴുതിയതാണല്ലേ. ഈ കോഡ് ഭാഷന്റെ പ്രത്യേകത ലാസ്റ്റ് അക്ഷരം ആദ്യം, പിന്നെ അതിന്റെ ശേഷമുള്ളത് എഴുതും, പിന്നെ ഇത് ആ ഒരു കോഡിനെ നേരെ തിരിച്ച് എഴുതിയിരുന്നു അല്ലെ? അപ്പൊ സിംഗർ നമുക്ക് നേരെ തിരിച്ച് ചെയ്താൽ ആറ് ആദ്യം വരും, എസ് അവസാനം വരും.
ആറ് ആദ്യം ഒരു എസ് അവസാനം ഉണ്ട്, കുറെ മൂന്നെണ്ണം ഉണ്ടല്ലേ. അപ്പൊ രണ്ടാമത്തെ നോക്കാം. ഈ REGN, REGN അല്ലെ, അത് ഓപ്ഷൻ ബിയിൽ മാത്രമുള്ള REGN എന്ന് പറയുന്നത്. പിന്നെ IS. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിംഗാർ എന്നതിന് നേരെ തിരിച്ച് ചെയ്തിട്ടാല് REGNIS എന്ന് പറയും. അപ്പൊ ഇത് വേറെ കോഡ്. ചില കോഡിൽ അടുത്ത ലെറ്റർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു, ഫസ്റ്റ് ചെയ്ത പോലെ. ചില കോഡിൽ നേരെ തല തിരിച്ച് ചെയ്തു. ചില കോഡിൽ എന്തൊക്കെയാണെന്നറിയോ, ഫസ്റ്റത്തെ പകുതി തല തിരിച്ചു, രണ്ടാമത്തെ പകുതി അതേപോലെ എഴുതും. അല്ലെങ്കിൽ ഫസ്റ്റത്തെ പകുതി നേരെ എഴുതും, രണ്ടാമത്തെ പകുതി തല തിരിച്ചു. രണ്ടാമത്തെ പകുതി സെക്കൻഡ് ഹാഫ് 8 ലെറ്റർ ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ 4 ലെറ്റർ നേരെ എഴുതും, പിന്നെ 4 ലെറ്റർ തല തിരിച്ച് ചെയ്തു. അങ്ങനെയൊക്കെ കോഡ് വരും കേട്ടോ, ശ്രദ്ധിക്കണം. എല്ലാവരും മനസ്സിലായി കേട്ടോ. ചെയ്യുന്നില്ല എല്ലാരും. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ വായിച്ചിട്ട് നിങ്ങൾ തന്നെ അർത്ഥം വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുന്നത് വിചാരിക്കണം എല്ലാവരും. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ ചെയ്യാണല്ലേ, നമുക്ക് ചെക്ക് ചെയ്തോ കേട്ടോ. ഇവിടെ MO എന്നല്ലേ, മദർ എന്നല്ലേ, മദർ എന്നുള്ളത് OMBGH ഇവിടെ RST. ഓക്കെ, ഇവിടെ എന്താ വെച്ചാൽ എമ്മിന് MOTH 6 അക്ഷരമുണ്ട്. OMBGJGHD ഇതിവിടെ 6 അക്ഷരമുണ്ട്. അപ്പൊ എമ്മും ഓയുള്ള ബന്ധം നോക്കാം. MNO അല്ലെ, ഒരക്ഷരം വിട്ടിട്ടാണ് O വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയോ OPQ. ഇവിടെ Q ആണ് കേട്ടോ, OQ എന്ന് വരുന്നത്. സോ ഇവിടെ M അല്ല, ഇവിടെ Q ആണ് വരിക. അപ്പൊ ഇവിടെ Q ആണ് വരിക. കുറെ കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും അല്ലെ. ഇവിടെ Q ആണ് വരിക, ഇവിടെ Q ആണ് വരിക, OQ. പിന്നെ ടി 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 കേശം എന്താ വരിക, RSTUV അല്ലെ. അപ്പൊ ടി കേശം U സ്കിപ്പ് ചെയ്തിട്ട് B വന്നു. അതുപോലെ തന്നെ H നോക്കാം, HIJ, എച്ചിന് ശേഷം ഐനെ സ്കിപ്പ് ചെയ്തിട്ട് J വന്നു. പിന്നെ ഈ കേശം EFG, എഫിനെ സ്കിപ്പ് ചെയ്തിട്ട് G വന്നു.
ആറിന് എസ് ടി, എസിന് സ്കിപ്പ് ചെയ്തിട്ട് ടി വന്നു. അപ്പൊ ഓരോ സംഖ്യ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സംഖ്യ വരാം. അപ്പൊ ഫാദറിലെ ഓരോ സംഖ്യ നമുക്ക് എടുത്തു നോക്കാം. ഫാദറിലെ എഫ്, എ ബി സി എഫ്, ജീനെ കഴിഞ്ഞിട്ട് എച്ച്. അപ്പൊ എല്ലാത്തിനും തുടക്കത്തിൽ എച്ച് തന്നെയാണ്. അപ്പൊ എല്ലാത്തിനും സംഖ്യ ഉണ്ട്. ഇനി എ നോക്കാം. എക്ക് ശേഷം ബി ആണ്. ബിനെ സ്കിപ്പ് ചെയ്തിട്ട് സി. അപ്പൊ സി വരുന്നത് ഫസ്റ്റത്തെ തന്നെയാണ്, മൂന്നെണ്ണം ഉണ്ട്. മൂന്നെണ്ണം. അപ്പൊ ഡി ഔട്ടായി. ഇനി നോക്കാം ടി നോക്കാം നമുക്ക്. എ ബി സി എച്ച് ആർ എസ് ടി. ടിക്ക് ശേഷം യു വി അല്ലേ. അപ്പൊ എച്ച് സി വി. അപ്പൊ ഓപ്ഷൻ എയിലും ഉണ്ട്, ഓപ്ഷൻ സിയിലും ഉണ്ട്, എയിലും ഉണ്ട് എച്ച് സി വി എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത സംഖ്യയിലേക്ക് പോവാം. എച്ച് അല്ലേ. എച്ചിന് ശേഷം എച്ച് ഐ ജെ. ഐനെ സ്കിപ്പ് ചെയ്തിട്ട് ജെ. ജെ എന്നുള്ളത് ആരാണ്? നാലാമത്തെ സംഖ്യ ജെ എന്നുള്ളത് ഓപ്ഷൻ എയില് മാത്രമേ ഉള്ളൂ. അപ്പൊ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇ നോക്കാം. ഇ കെ ആരാണ്? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ. അല്ല സോറി, എ ബി സി ഡി ഇ എഫ് ജി. ജീനെ സ്കിപ്പ് ചെയ്തിട്ട് അത് ഇതിലുണ്ട് ജി, ഇതിലുണ്ട് ജി. അപ്പൊ അത് പറയാൻ പറ്റില്ല. പിന്നെ ആറിന് ശേഷം എന്താണ്? എസ് ടി. എസിനെ സ്കിപ്പ് ചെയ്തിട്ട് ടി. അത് ഇതിലുണ്ട് ടി, ഇതിലുണ്ട് ടി. മാറ്റും ഇവിടെ മാത്രം ജെയും ഐയുള്ളിൽ മാത്രമേ മാറ്റുള്ളൂ. മനസ്സിലാക്കാൻ നേരെ എച്ച് ഐ ജെ. എച്ചിന് ശേഷം ഐനെ സ്കിപ്പ് ചെയ്തിട്ട് ജെയിലേക്ക് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ചിലപ്പോ നേരെ ശേഷമുള്ള ചിലപ്പോ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ചിലപ്പോ രണ്ട് ലെറ്റർ സ്കിപ്പ് ചെയ്തിട്ട് വരും, അല്ലെങ്കിൽ രണ്ട് ലെറ്റർ മുമ്പുള്ളത് വരും, അങ്ങനൊക്കെ വരും കേട്ടോ. ഓക്കെ, ഇതിലാ ചെയ്താണ്. ഓക്കെ, എല്ലാവരും ആൻസർ അല്ലേ? നന്ദന, സിയാദ്, ഫർസാന, സിസി, ഓക്കെ, മലൂഫ. എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാനും കിട്ടിയതല്ലേ? നമ്മൾ ഇതേ ടെക്നിക്ക് തന്നെയല്ല, ഇതേ ലോജിക്കിനാണ് ഇതിൽ വരുന്നത്. സെയിം ലോജിക് തന്നെയല്ലേ വരുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ? എഫിന് ശേഷം എ ബി സി ഡി എഫ് ജി സ്കിപ്പ് ചെയ്തിട്ട് എച്ച് വന്നു അല്ലേ. അതിന് ആറിന് ശേഷം എസിന് സ്കിപ്പ് ചെയ്തിട്ട് ടി വന്നു. അതിന് ശേഷം ജെനെ സ്കിപ്പ് ചെയ്തിട്ട് കെ വന്നു. ഇന് ശേഷം എഫിനെ സ്കിപ്പ് ചെയ്തിട്ട് ജി വന്നു. ഇപ്പൊ ഓരോ സംഖ്യ ലെറ്റർ, ഓരോ ലെറ്ററാണ് സ്കിപ്പ് ചെയ്തിട്ട് വരും. ഇപ്പൊ എനിമി എന്നതിൽ എങ്ങനെ ആയിരിക്കും? ഇന് ശേഷം ശരി ഈ എഫിനെ സ്കിപ്പ് ചെയ്ത് ജി വന്നു. അതുപോലെ തന്നെ എൻ ജി വന്നു. എന്നിന് ശേഷമുള്ളത് എല്ലാം എൻ. ഓനെ സ്കിപ്പ് ചെയ്തിട്ട് പി വന്നു. പിന്നെ ഇന് ശേഷം ജി അല്ലെ. പിന്നെ എമ്മിന് ശേഷം എം എൻ എൻ ആണ് അല്ലെ. അല്ല സോറി, ബിസിൽ ഇക്ക് ശേഷം തന്നെ എഫിനെ സ്കിപ്പ് ചെയ്തിട്ട് ജി വന്നു. എം എ ശേഷം എന്നിനെ സ്കിപ്പ് ചെയ്തിട്ട് ഒ വന്നു. വൈന് ശേഷം എക്സ് വൈ സെഡ് അല്ലേ. സെഡ്. സെഡിന് ശേഷം പിന്നെ ആരെ നോക്കാം? വൈന് ശേഷം സെഡ് ആണെങ്കിലും സെഡിന് നമുക്ക് ഇന്നലെ സെഡിനെ സ്കിപ്പ് ചെയ്തതിന് അടുത്ത ലെറ്റർ എ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ വരിച്ചിട്ട്. അപ്പൊ വൈ ആണെങ്കിൽ വൈന് ശേഷം സെഡ് ഉള്ളത്. സെഡിനെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സംഖ്യ എ അല്ലേ ഉണ്ടാവാ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എല്ലാവരും ചെയ്ത ഓപ്ഷൻ എ തന്നെയാണല്ലോ അല്ലെ? Good. ഇതില് ഓപ്ഷൻ നോക്കണുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ചോദിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ചോദിക്കും. ഇനി റിലേഷൻഷിപ്പ് ശ്രദ്ധിക്കില്ല. ഫാമിലി ട്രീ എന്നുള്ള സാധനം നമ്മൾ പഠിച്ചു നോക്കണം കേട്ടോ. ഫാമിലി ട്രീ അതായത് ഏറ്റവും മേലെ വരുന്നത് എന്താണ്? ഗ്രാൻഡ് ഫാദർ അല്ലെ. ഗ്രാൻഡ് ഫാദറിന്റെ മേലെ ഗ്രാൻഡ് ഫാദറിന്റെയും അച്ഛനമ്മമാർക്ക് എന്താ പറയും? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറയും. ഇവരുടെ മക്കളാണ് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദർ.
ഇപ്പൊ ഞാൻ എവിടെ ഉള്ളത്? ഞാൻ ഇവിടെ ഉള്ളത് ഏറ്റവും ലാസ്റ്റ് മീനുണ്ടോ? അവിടെയാണ് ഞാനുള്ളത്. ഓക്കെ, എന്റെ ഫാദറും മദറും എന്റെ നേരെ മേലെ ഉണ്ടാവുക. എന്റെ അതേ ലെവലിലാണ് എന്റെ സിസ്റ്റർ. അതുപോലെ തന്നെ എന്റെ ഫാദറും മദറിന്റെയും എന്താ പറയാ, എന്റെ ഫാദറിന്റെയും മദറിന്റെയും ബ്രദറും സിസ്റ്ററും ഉണ്ടാവല്ലോ. അവർക്ക് ബ്രദറിനെ പറ്റിയ അങ്കിൾ എന്ന് പറയും, സിസ്റ്ററിനെ പറ്റിയ ആന്റി എന്ന് പറയും. ബ്രദറിനെ പറ്റിയ അങ്കിൾ എന്ന് പറയും, ഫാദറിന്റെ ബ്രദർ ഇട്ട് നമ്മളെ ബ്രദർ അല്ല, നമ്മളെ ബ്രദറിന്റെ ബ്രദർ എന്ന ഒരു സിസ്റ്റർ എന്ന് പറയും. ഫാദറിന്റെ ബ്രദറിനെ പറ്റുന്നത്, ഫാദറിന്റെ മദറിന്റെയും ബ്രദറിനെ പറ്റിയ അങ്കിൾ എന്നും അവരുടെ സിസ്റ്ററിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും? ആന്റി എന്ന് പറയും. ഓക്കെ, അതുപോലെ ഈ അങ്കിളിന്റെയും ആന്റിന്റെയും മക്കൾക്ക് കസിൻ എന്ന് പറയും. കസിൻ, അങ്കിളിന്റെ മക്കൾക്കും ആന്റിന്റെ മക്കൾക്കും കസിൻ എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ എന്തുണ്ട്, നമ്മളെ ഇവരുടെ ഈ അപ്പൊ ആന്റി, നമ്മുടെ ഫാദർ മദർ, ഇവരുടെ ഒക്കെ ഈ അച്ഛൻ ഫാദർ മദറാണ് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എന്ന് പറയും. ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, ഇവരുടെയും ഫാദറിന്റെ മദറിനാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദറിന്റെയും ഫാദറിനും മദറിനാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ സൈഡിലൊക്കെ നമുക്ക് ഗ്രാൻഡ് അങ്കിള് ഗ്രാൻഡ് ആന്റി ഉണ്ട്. അതായത് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ സഹോദരൻ. ഓക്കെ, നമ്മുടെ അങ്കിളിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് ഫാദർ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ ബ്രദർ ഉണ്ടല്ലോ, ഗ്രാൻഡ് ഫാദറിന്റെ ബ്രദർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിന്റെ ബ്രദർ എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ ആ സിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ഗ്രാൻഡ് അങ്കിളും ഗ്രാൻഡ് ആന്റും ആയിരിക്കും. ഓക്കെ, അവരെ മക്കളൊക്കെ നമ്മളെ ആന്റി അങ്കിൾ എന്ന് പറഞ്ഞാൽ അവരെ മക്കൾക്ക് കസിന് എന്ന് പറയും. അപ്പൊ നമ്മുടെ സിസ്റ്റർ ബ്രദർ കസിന് ഇതൊക്കെ നമ്മുടെ അതേ ജനറേഷനിൽ വരുന്നതാണ്. ഇനി ഒരു കാര്യമുണ്ട്, ഒരു സാധനം ശ്രദ്ധിക്കണം. നെഫ്യൂ ഉണ്ട്, നെഫ്യൂ നീസ്. നെഫ്യൂ എന്താ വെച്ചാൽ നമ്മുടെ നേരെ ബ്രദറോ സിസ്റ്ററോ ഉണ്ടാവല്ലോ. ആ നേരെ ബ്രദറോ സിസ്റ്ററിന്റെ സണ്ണിന്, ആൺകുട്ടിക്കാണ് എന്താ പറയാ, നെഫ്യൂ എന്ന് പറയാ. ഓക്കെ, നമ്മുടെ നേരെ ബ്രദറിന്റെയോ എന്റെ ബ്രദറിന്റെ മകന്, അപ്പൊ നമ്മളെക്കാളും താഴത്തെ ജനറേഷനിലാണ് അവർ വരിക. എന്റെ ബ്രദറിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ്, അതായത് ബ്രദർ സിസ്റ്റർ, ഇവരുടെ മക്കൾ ആൺമക്കൾക്ക് നെഫ്യൂ എന്നും ഇവരുടെ പെൺമക്കൾക്ക് നീസ് എന്ന് പറയും. ഇപ്പൊ എന്റെ ബ്രദറിന്റെ ഡോട്ടർ ആണെങ്കിൽ അത് എന്റെ നീസാണ്, എന്റെ നീസ് ആയിരിക്കും അവരുണ്ടാവും. കസിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ ആന്റിന്റെയോ അങ്കിളിന്റെയോ മക്കൾക്കാണ് എന്താ പറയുക കസിൻ എന്ന് പറയുന്നത്. പക്ഷെ നെഫ്യൂ നീസ് എന്ന് പറയുന്നവരാണ് ഈ കസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതേ ജനറേഷൻ ആയിരിക്കും. നമ്മളെ ഉപ്പാന്റെ സഹോദരന്റെ മകനാണല്ലോ, അപ്പൊ നമ്മള് രണ്ടുപേരും ഒരേ ജനറേഷൻ. എന്നാൽ നെഫ്യൂ നീസ് എന്ന് പറയുന്നത് നമ്മുടെ ജനറേഷനിൽ പെട്ട നമ്മുടെ ബ്രദറോ സിസ്റ്ററോ ഉണ്ടാവല്ലോ, അവരുടെ മക്കൾക്കാണ് നെഫ്യൂ അതുപോലെ തന്നെ നീസ് ഒക്കെ എന്ന് പറയുന്നത്. നെഫ്യൂ നീസ്, നെഫ്യൂ എന്നുള്ളത് ബോയ് സണ്ണാണ്, നീസ് എന്ന് പറയുന്നത് ഡോട്ടറാണ്, ഉള്ള വ്യത്യാസം. ഇതാണ് ഫാമിലി റിലേഷൻ ബന്ധപ്പെട്ട. നമുക്ക് ഇത് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആണ്, ഇത് ബന്ധപ്പെട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ വരെ നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു. ഓക്കെ, ഒരാൾ ഓപ്ഷൻ എ വന്നിട്ടുണ്ടല്ലേ, മലൂഫ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കട്ടോ. ഇത് ഫാമിലി ട്രീ ബന്ധപ്പെട്ട തന്നെ സിമ്പിൾ ആണ്, നമ്മൾ ചിത്രം വരച്ചാൽ മതി. എ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ബി ആണ് അല്ലെ. എ എന്ന് പറയുന്നത് ബിന്റെ ഫാദർ ആണെങ്കിൽ, എ എന്ന് പറയുന്നത് ബിന്റെ ഫാദർ ആണെങ്കിൽ എന്റെ മകനാണ് ആര്? ബി എന്ന് പറയുന്നത്. പിന്നെ ബി എന്ന ബ്രദർ ഓഫ് സി, സിന്റെ ബ്രദറാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഇവർ രണ്ടും ഒരേ ജനറേഷൻ ആയതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വരും കേട്ടോ. മുകളിലാകുമ്പോൾ മുകളിലെ ഇതും അതുപോലെ ഒരേ ജനറേഷൻ സൈഡിലെ ഇതും. ബിയുടെ സിസ്റ്ററാണ്, ബിയുടെ ബ്രദറാണ് സി എന്ന് പറയുന്നത്. ഈ സി എന്ന് പറയുന്നത് ആരുടെ മദറാണ്? ഡിയുടെ മദറാണ്. അപ്പോ ഡി എന്ന് പറയുന്നത് സിന്റെ കുട്ടിയാണ്. അപ്പൊ ജനറേഷൻ താഴേക്കാവുമ്പോൾ നമ്മൾ എന്ത് അഡീറ്റ് ചെയ്തു. ഇനി ചോദിച്ചിട്ട് എന്താണ്, അപ്പൊ എന്റെ മകനാണ് ബി എന്ന് പറഞ്ഞത്.
ബീന്റെ ഇത് സിസ്റ്റർ ആണ് ആര്? സി എന്ന് പറയുന്നത്. കാരണം ഇത് മദറാണല്ലോ, പെണ്ണാണല്ലോ, സിസ്റ്റർ ആണ്. സീന്റെ മകളാണ് ആര്? സീന്റെ സി ഇസ് ദ മദർ ഓഫ് ഡി. ഡിയുടെ മദറാണ് സി എന്ന് പറയുന്നത്. അപ്പൊ ഡി എന്നുള്ള സീന്റെ കുട്ടിയാണ്. ഞാൻ ചോദിച്ചിട്ടുള്ളത് എ റിലേറ്റഡ് ടു ഡി. എ റിലേറ്റഡ് ടു ഡി. എ റിലേറ്റഡ് ടു ഡി. അതായത് ഡിയിലേക്ക് ചേർത്ത് വെക്കിയിട്ട് എ ആരാണെന്ന് ചോദിക്കുന്നു. എ റിലേറ്റഡ് ടു എന്ന് പറഞ്ഞാല് ഈ ബാക്കിലുള്ള ആളുണ്ടല്ലോ ഡി. ഡിയുടെ ആരാണ് എ? ഡിയുടെ ഉപ്പാന്റെ, അതായത് ഡിയുടെ മദറിന്റെ, അമ്മയുടെ സഹോദരന്റെ പിതാവ്. അതായത് അമ്മയുടെ സഹോദരന്റെ എന്റെ സഹോദരന്റെ പിതാവ് എന്ന് പറഞ്ഞ എന്റെ പിതാവ് എന്നല്ലേ? അല്ലേ? എന്റെ ബ്രദറിന്റെ ഫാദർ എന്ന് പറഞ്ഞ എന്റെ ഫാദറിനല്ലേ? സിയുടെ ഫാദർ തന്നെയാണ് ആര്? എ എന്ന് പറയുന്നത്. ബിയുടെയും ഫാദറാണ്, സിയുടെയും ഫാദറാണ്. ഈ സിയുടെ മകനാണ് ഡി എന്നാണ്. അപ്പൊ ഡിയുടെ ആരായിരിക്കും എ? ഡിയുടെ മദറിന്റെ ഫാദർ. മദറിന്റെ ഫാദർ നമ്മള് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മള് ഫാമിലി ട്രീ, ഈ റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ നമ്മൾ മുകളിലുള്ള ആളെ മുകളിൽ ചെയ്തു, ഒരേ പ്രായക്കാരാണ് നമ്മൾ കൂടെ ചെയ്തു, അവരെ മക്കളാണ് താഴെ ചെയ്തു, അവരെ ബ്രദറാണ് ഒരു കൂടെ ചെയ്തു, അങ്ങനെ മക്കളാണ് താഴെ ചെയ്തു. ഓക്കെ, അങ്ങനെ ഈ ഒരു ഫാമിലി ട്രീ എന്ന് എഴുതുമ്പോൾ ആ ഒരു ജനറേഷൻ അനുസരിച്ചിട്ട് ചിത്രം വരച്ചാൽ പെട്ടെന്ന് മനസ്സിലായി. ആൻസറിലെ ലാസ്റ്റ് പഴക്കലെന്ന് വെച്ചാൽ ഡി. ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി? ഡിയുടെ ആരാണ് എ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഹൗ ഡി റിലേറ്റഡ് ടു എ എന്ന് ചോദിക്കണമെങ്കിലോ എയുടെ ആരാണ് ഡി? എയുടെ ആരാണ്? ഗ്രാൻഡ് സൺ ആണ് ഡി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എ റിലേറ്റഡ് ടു ഡി എന്നാണ്. ഡിയുടെ ആരാണ് എ? എ ഹൗ ഈസ് എ എങ്ങനെയുണ്ട് റിലേറ്റഡ് ടു ഡിയിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എ എങ്ങനെയുണ്ട്, എ ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഡിയുടെ മദറിന്റെ ഫാദർ ആണ്. അപ്പൊ ഡിയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് വരും എ എന്ന് പറഞ്ഞു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി വേറെ ചോദ്യം, ചിത്രത്തിലേക്ക് ചൂണ്ടിക്കാട്ടിട്ട് രേഖ എന്ന് പറയുന്ന ഒരാളെ പറയണത് ഹി ഈസ് ദ സൺ ഓഫ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ. എന്റെ ഫാദർ ഇല്ലേ, എന്റെ ഫാദറിന്റെ ഒരേ ഒരു മകളുണ്ട്, ഒരേ ഒരു മകളുണ്ട്. ആ മകളുടെ മകനാണ് അവൻ എന്ന് പറഞ്ഞു. എന്റെ ഫാദറിന് ആകെ ഒരു മോളേ ഉള്ളൂ. എന്റെ ഫാദറിന് ഒരു മോളേ ഉള്ളൂ. അപ്പൊ ഞാനാണ് ഇത്, അല്ലെ? എന്റെ ഫാദറിന് ഒരു മോളേ ഉള്ളൂ എന്ന് പറയുമ്പോ എന്റെ ഫാദറിന് ഒരേ ഒരു മോളാണ് ഞാൻ. പിന്നെ ഇതാണെങ്കിൽ എന്നിട്ടാണെങ്കിൽ ഇത് എന്താണ്, ഈ എന്റെ മകളുടെ കുട്ടിയാണ്. എന്റെ ഫാദറിന്റെ ഒരേ ഒരു മകളുണ്ട്, ആ മകളുടെ കുട്ടിയാണ് ഇത് എന്ന് പറയുന്നത്. ഹൗ ഇസ് ദ പേഴ്സൺ ഇൻ ദ ഫോട്ടോഗ്രാഫ് റിലേറ്റഡ് ടു രേഖ? അപ്പോ ആ ആ ആ ആ കുട്ടി എന്ന് പറഞ്ഞ ആ ഫോട്ടോഗ്രാഫിലുള്ള കുട്ടി ഉണ്ടല്ലോ, ഈസ് സൺ ഓഫ് മൈ ഫാദർ, എന്റെ ഉപ്പാന്റെ ഒരേ ഒരു മകളുടെ മകനാണ് ഈ ചിത്രത്തിലുള്ള കുട്ടി എന്ന് പറയുമ്പോൾ രേഖയുടെ ആരാണ് ഈ കുട്ടി? റിലേറ്റഡ് ടു രേഖ, രേഖയുടെ ആരാണ് ഈ കുട്ടി എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാരും കറക്റ്റ് ആൻസർ തന്നെ പറഞ്ഞിട്ടില്ലല്ലേ? രേഖ, നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ രേഖ പറയണത്, രേഖ എന്ന പെണ്ണാണ്. എന്റെ പിതാവിന്റെ, എന്റെ ഫാദറിന്റെ ഒരേ ഒരു മകൾ. അപ്പൊ അത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോ എന്റെ ഫാദറിന് ഒരു മോള്, എന്റെ ഉപ്പാക്ക് ഒരു മോനെ ഉള്ളൂ എന്നാണ്. അത് ആയിരിക്കും? ഞാൻ തന്നെ കയറും. എന്റെ ഫാദറിന്റെ ഒരു മകൾ. അപ്പൊ അതേപോലെ തന്നെ എന്റെ ഫാദറിന്റെ ഒരു മകള്, ആ മകൾ എന്ന് പറയുന്നത് ഞാനാണ്. എന്നിട്ട് ആ മകളുടെ മകനാണ് ഈ ചിത്രത്തിലുള്ള കുട്ടി എന്ന് പറയുമ്പോ എന്റെ ആരായിരിക്കും കുട്ടി? എന്റെ മകനായിരിക്കും. രേഖ പറയുമ്പോ രേഖയുടെ മകനായിരിക്കും കുട്ടി എന്ന് പറഞ്ഞത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സിമ്പിൾ അല്ലേ? ഇപ്പൊ റിലേറ്റഡ് ടു എ, രേഖ, രേഖയിലേക്ക് ചേർത്ത് നോക്കിയിട്ട് രേഖയുടെ ആരാണ് ആ കുട്ടി എന്ന് ചോദിക്കും. രേഖയുടെ പിതാവിന്റെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞ രേഖയുടെ, ആ മകളുടെ കുട്ടി എന്ന് പറഞ്ഞ രേഖയുടെ കുട്ടി തന്നെയായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, മാലു, നൂറ,
ഖാലിദ് നന്ദൻ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. ക്ലിയർ ചെയ്തിട്ടുണ്ടല്ലേ? പോയിന്റിങ് ടു എ വുമൺ. ഒരു ഒരു പെണ്ണിലേക്ക്, ഒരു വുമണിലേക്ക് ചൂണ്ടിയിട്ട് രാജ് എന്ന് പറയുന്ന ഒരാള് പറയണത് ഷീ ഈസ് ദ ഡോട്ടർ. ആ പെണ്ണ്, ആ വുമൺ എന്ന് പറയുന്നത് മകളാണ് ആരുടെ? ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ ഫാദർ. എന്റെ ഫാദറിന്റെ. ഓക്കെ, ഇത് ഞാനാട്ടോ. ഇത് ഞാനാണ്. നീ എന്ന് പറഞ്ഞ ഞാനാണ്. പിന്നെ എന്റെ ഫാദറിന്റെ കേട്ടോ, എന്റെ ഫാദറിന്റെ ഒരേ രാജ് പറയാണ് എന്റെ ഫാദറിന്റെ ഒരേ ഒരു only son. ഷീ ഈസ് എ ഡോട്ടർ ഓഫ് ദ മൈ ഫാദർ. ആ, എന്റെ ഫാദറിന്റെ ഒരേ ഒരു മകനുണ്ട്. സൺ, ഓൺലി സൺ ഓഫ് മൈ ഫാദർ. രാജ് എന്ന് പറഞ്ഞ ഒരാണാണ്. രാജ് തരാണ് എന്റെ ഫാദറിന്റെ ഒരേ ഒരു ആൺമകൻ. അത് രാജ് തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് ആ ആൺമകന്റെ എന്താ പറയുക ഡോട്ടറാണ് അവൾ എന്ന് പറയുമ്പോ ആ ആൺമകൻ ഞാൻ തന്നെ ആയിരിക്കണം. എന്റെ ഡോട്ടറാണ് ഇപ്പൊ എന്ന് പറയുമ്പോ ഹു ഇസ് ദ വുമൻ ടു രാജ്. ആ സ്ത്രീ രാജിന്റെ ആരാണ്? രാജിന്റെ ആരായിരിക്കും? രാജിന്റെ ആരായിരിക്കും? ഡോക്ടർ ആയിരിക്കണം. എന്റെ അങ്ങനെ രാജ് പറയാണ് എന്റെ ഫാദറിന്റെ ഒരേ ഒരു മകന്റെ, എന്റെ ഫാദറിന്റെ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. ആ മകന്റെ മകളാണ് അതെന്ന് പറയുമ്പോ രാജിന്റെ ആരാണ് ആ പെണ്ണ്? രാജിന്റെ മകളാണ്, രാജിന്റെ ഡോട്ടർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോറി, ഇവിടെ സിസ്റ്റർ എന്നുണ്ടല്ലേ, നമുക്ക് നോക്കട്ടോ. എന്ത്? ഷീ ഇസ് ദ ഡോട്ടർ ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ ഫാദർ. എന്റെ ഫാദറിന്റെ ഒരേ ഒരു മകന്റെ ഡോട്ടറാണ് അവൾ എന്ന് പറയുമ്പോ ഇതിൽ ഓപ്ഷനിൽ സിസ്റ്റർ എന്നല്ല, പക്ഷെ ആൻസർ ഡോട്ടർ തന്നെയാണ് കേട്ടോ. ഏഹ്, ഇതില് ഓപ്ഷനിൽ കളർ ലിസ്റ്റ് മാറിയതാണ് എനിക്ക്. ഓക്കെ, അപ്പൊ ഡോട്ടറാണ് ആൻസർ. നിങ്ങൾ എല്ലാവരും ചെയ്ത ബി തന്നെയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ഇതൊക്കെ എ is the brother of B, B is the sister of C, C is the father of D. How is A related to D? ഡിയുടെ ആരാണ് എ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, നാലുപേര് ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാരും എ, ഒരാൾ ഡി ഒക്കെ പറഞ്ഞിട്ടില്ലേ, നമുക്ക് നോക്കട്ടോ. ഒരാൾ ഡി ഒക്കെ പറഞ്ഞു, എഫ് എന്നൊക്കെ പറയുന്നത്. നമുക്കിതിൽ ആൻസർ എ എന്ന് പറഞ്ഞ ബ്രദർ ഓഫ് ബി. ഓക്കെ, ബിയുടെ ബ്രദർ എ. നേരെ ചെയ്തട്ടോ, ഒരേ ജനറേഷൻ അല്ലേ ബ്രദർ. ബി ഈസ് എ സിസ്റ്റർ ഓഫ് സി. ബി എന്ന് പറയുന്നത് സിയുടെ സിസ്റ്റർ ആണ്. ഇവര് ഒരേ ജനറേഷനിലാണ്. എ എന്ന് പറയുന്നത് ബിന്റെ ബ്രദർ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? സിയുടെ. ഇത് പെണ്ണ്. ബി എന്ന് പറയുന്നത് പെണ്ണാണ്, നമുക്ക് മനസ്സിലായിട്ടോ. ഫീമെയിൽ ആണ് മനസ്സിലായി. ബി ഈസ് ദ സിസ്റ്റർ ഓഫ് സി, സിയുടെ സിസ്റ്റർ ആണ്. സി ആണെങ്കിലോ ഈസ് ദ ഫാദർ ഓഫ് ഡി. സി എന്നത് ഫാദർ ആണ്. അപ്പൊ മനസ്സിലായത് ഇത് മെയിലാണ് മനസ്സിലായി. മെയിലാണ് മനസ്സിലായി. എ എന്ന് പറയുന്നത് ബ്രദർ ഓഫ് ബി, ബിയുടെ ബ്രദർ ആകുമ്പോ എ എന്നുള്ള മെയിലാണ് മനസ്സിലായി. പക്ഷെ ബി എന്നുള്ളത് സിസ്റ്റർ ഓഫ് സി, ഇത് പെണ്ണാണ്, ഫീമെയിൽ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഐഡിയ കൊണ്ട് എഴുതിയേക്കണം. സി ഈസ് ദ ഫാദർ ഓഫ് ഡി. സി എന്ന് പറയുന്നത് ഡിയുടെ ഫാദർ ആണ്.
സി എന്ന് പറഞ്ഞാൽ ഡിയുടെ ഫാദർ ആണ്. പിന്നെ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി? എ എന്ന് പറയുന്ന ആള് ഡിയിലേക്ക് എങ്ങനെ ബന്ധപ്പെടും? ഡിയുടെ ആരാണ് എ? ഡിയുടെ ആരാണ്? ഡിയുടെ ആരാണ് സി? സി എന്ന് പറഞ്ഞാൽ ഡിയുടെ ഫാദറാണ്. ഈ ഫാദറിന്റെ സഹോദരൻ തന്നെ അല്ലേ എ എന്ന് പറയുന്നത്? അല്ലേ? ഫാദറിന്റെ സഹോദരിയുടെ സഹോദരൻ, അതായത് എന്റെ സഹോദരിയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെയും സഹോദരൻ തന്നെ അല്ലേ? ഓക്കെ, അപ്പൊ ഡിയുടെ ആരാണ് എ എന്ന് പറഞ്ഞത്? ഡിയുടെ എന്താ പറയാ, ഫാദറിന്റെ ബ്രദറാണ്, സഹോദരനാണ്. അപ്പൊ ഫാദറിന്റെ ബ്രദറിനെ പറ്റിയാല് ഫാദറിന്റെ മദറിന്റെ ബ്രദറിനെ നമ്മൾ എന്താ പറയും? അങ്കിൾ എന്ന് പറയും. ഓക്കെ, അങ്കിൾ എന്ന് പറയും. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഡിയുടെ അങ്കിൾ ആണ് ഏത്? അതായത് ഡി നമ്മള് സാധാരണ എന്താ പറയാ, പിതാവിന്റെ സഹോദരൻ ഉണ്ടല്ലോ, അതിന് അങ്കിൾ എന്ന് പറയും. ഇനി അടുത്ത ദിവസം നോക്കും. ഓക്കെ, ആരും ചെയ്യുന്നത് കാണില്ലല്ലോ. ആരും ആൻസർ കാണുന്നില്ല. ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ചിത്രം വരച്ചാൽ കിട്ടുട്ടോ. ഇൻട്രൊഡ്യൂസിങ് എ മെൻ, ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ശ്വേത പറയാണ്. ശ്വേത എന്ന് പറഞ്ഞ ഹി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് മൈ മദർ. അപ്പൊ എന്റെ മദർ, ഞാനിവിടെ ഉണ്ട് ട്ടോ, ഞാനിവിടെ ഉണ്ട്, മീണ്ട്. എന്റെ മദർ ഇവിടെ മേലുണ്ട്. എന്റെ മദർ ഇവിടെ മേലുണ്ട്. പിന്നെയോ, എന്റെ മദറിന്റെ ഗ്രാൻഡ് ഡോട്ടറിന്റെ ഹസ്ബൻഡാണ് അവൻ. ഞാനിവിടെ, എന്റെ മദർ ഇവിടെ. എന്റെ മദറിന്റെ ഗ്രാൻഡ് ഡോട്ടർ ഉണ്ടാവല്ലോ, എന്റെ മോളെന്നായിക്കോട്ടെ. എന്റെ മോളെന്നായിക്കോട്ടെ. എന്റെ മോള്, ഹി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ഗ്രാൻഡ് ഡോട്ടർ. അപ്പൊ എന്റെ മദറിന്റെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറഞ്ഞു. ഗ്രാൻഡ് ഡോട്ടർ ജിഡിയുടെ ഈ ഗ്രാൻഡ് ഡോട്ടർ പേരക്കുട്ടിയുടെ ഹസ്ബൻഡ് ആണ് ആ കാണുന്ന ആള്. ഹി ഹി നമ്മൾ എച്ച് എന്നിട്ടെടുത്തു. അവൻ എന്താണ്? എന്റെ മദറിന്റെ, മൈ മദർ, എന്റെ മദറിന്റെ ഗ്രാൻഡ് ഡോട്ടറിന്റെ ഹസ്ബൻഡ് ആണ് ആ കാണുന്നത്. ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു ശ്വേത ഇതാട്ടോ. എന്താണ് ശ്വേത? ഞാൻ ശ്വേതയിൽ പറയാം എന്നെ പറ്റി. ഈ ശ്വേതയുടെ ആരാണ് ആ ആള്? ശ്വേതയുടെ ശ്വേതയുടെ ആരാണ് ഇയാള്? അതെ, നന്ദന ചോദിച്ചത് കറക്റ്റ് ആട്ടോ. അതിൽ ഓപ്ഷനിൽ ഒന്നുമില്ല. സൺ, ഇത് സൺ മാത്രം ഉണ്ടല്ലോ. ഇത് സൺ ഇൻ ലോ എന്നാണ് കേട്ടോ. സോറി, സൺ ഇൻ ലോ എന്നാണ്. ഓപ്ഷൻ സൺ ഇൻ ലോ എന്ന്. അപ്പൊ ആൻസർ കിട്ടിയില്ല ഐസ്. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ നെറ്റ് എക്സാം ചോദിച്ചത് അതായത് ഈ ക്വസ്റ്റിനെ ക്യാൻസൽ ആണ്. കാരണം ഓപ്ഷനിൽ എന്തില്ല, സൺ ഇൻ ലോ എന്നുള്ളത്. ഇത് ശരിക്കും സൺ ഇൻ ലോ ആണ് അല്ലേ? എന്റെ മകളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ആരാണ്? ശ്വേതയുടെ മകളുടെ ഭർത്താവാണ് ആ കാണുന്ന ആൾ. കാരണം ശ്വേതയുടെ അമ്മയുടെ പേരക്കുട്ടി, അത് ശ്വേതയുടെ മകൾ. ആ മകളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്റെ മകനാണ്, നിയമപ്രകാരം മകനാണ്, എന്റെ സൺ ഇൻ ലോ. ഓക്കെ, എന്റെ മരുമകൻ, സൺ ഇൻ ലോ എന്ന് പറയും. ആ,
അതുപോലെ ഓപ്ഷൻ എ ആട്ടോ. ഇതില് ഇങ്ങനെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ വന്നത് ക്യാൻസൽ ആയി പോകും. കാരണം ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഇതിൽ ഓപ്ഷൻ ഇല്ലല്ല, സൺ ഇല്ല എന്നുള്ളല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ സൺ ഇല്ല ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു 3 മിനിറ്റ് നമുക്ക് ബ്രേക്ക് എടുത്താലോ? അങ്ങനെ നമുക്ക് ചെയ്യും. ഒരു 3 മിനിറ്റ് ബ്രേക്ക്. നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തായിട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തോ? ഓപ്ഷൻ എ അല്ലേ? നമുക്ക് നോക്കട്ടോ. ഇഫ് ബി ഈസ് ഡോട്ടർ ഓഫ് എ, ബി എന്ന് പറയുന്നത് എയുടെ ഡോട്ടറാണ്, മകളാണെങ്കിൽ, അപ്പോ എയുടെ മകളാണ് ബി ട്ടോ. ബി മകളാണ് ആരുടെ? എയുടെ മകളാണ്. എയുടെ നേരെ താഴേക്ക് ബി വരാം. പിന്നെ സി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ബി. ഈ ബി ഉണ്ടല്ലോ, ബിന്റെ ഹസ്ബൻഡ് ആണ് ആര്? സി എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ടു സി? എയുടെ ആരായിരിക്കും സി? സോറി, സോറി, എ ടു സി എന്നല്ലേ? സിയുടെ ആരായിരിക്കും എ? സിയുടെ ആരായിരിക്കും എ? നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഫാദർ ഇല്ലോ ഓർ മദർ ഇല്ലോ. കാരണം എ എന്ന് പറയുന്നത് മെയിലാണോ ഫീമെയിൽ ആണോ മെൻഷൻ ചെയ്തിട്ടില്ല. എയുടെ മകളാണ് എന്ത്? ബി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ബി എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്, സി എന്ന് പറയുന്നത് മെയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഏതാണെന്നുള്ള നമുക്ക് കിട്ടുന്നില്ല, ജെൻഡർ ഏതാണെന്ന് കിട്ടില്ല. പക്ഷെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓപ്ഷനിൽ എന്താണ്? ഫാദർ ഇല്ലോ ഓർ മദർ ഇല്ലോ. ഇനി റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഫാമിലി ട്രീ ബന്ധപ്പെട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ടാവില്ല, ഫാമിലി റിലേഷൻ ബന്ധപ്പെട്ടിട്ട്.
അതിനായിട്ട് നമ്മൾ ചിത്രം വരച്ച് നോക്കിയാൽ നമുക്ക് എന്താ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഇനി റേഷ്യൻ പ്രപ്പോർഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എന്താ വെച്ചാൽ റേഷ്യൻ പ്രപ്പോർഷൻ ഏജ് കാണാൻ കുറച്ച് ചോദിക്കും. രണ്ടാൾ തമ്മിലുള്ള ഏജ് ഇപ്പൊ എത്രയാണ്, 10 വർഷം കഴിഞ്ഞപ്പോ അവർ തമ്മിലുള്ള ഏജിന്റെ റേഷ്യോ എത്രയാണ്, അപ്പൊ അവരുടെ ഇപ്പോഴത്തെ എന്തൊക്കെയായിരിക്കും ഏജ്. ഇത് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് കണ്ടെത്താൻ ഞാൻ വേണമെങ്കിൽ ഒന്ന് ചെയ്തു തരാം കേട്ടോ. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള റേഷ്യോ, ഇതിൽ ഏജും റേഷ്യോയും കൂടെ ഒരുമിച്ച് കൂടിയുള്ള സാധനമാണ്. ഇതിൽ നമ്മൾ എക്സ് കൊടുക്കേണ്ടി വരും. കാരണം ദ റേഷ്യോ ഓഫ് ദ പ്രസന്റ് ഏജ് ഓഫ് എയുടെയും ബിയുടെയും പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? അവർ ഏജ് ഇത്ര അറിയില്ല, അതിന്റെ റേഷ്യോ 4:5ആണ്. 4:5. 4:5. അത് 40 ഇയാൾക്ക് 50. 6 വർഷം കഴിയുമ്പോൾ ദ റേഷ്യോ ബിക്കംസ് 5:1. അപ്പൊ ഇതിലേക്ക് 6 വർഷം കൂടുമ്പോഴേ എത്ര റേഷ്യോ എത്ര ആവും? 5:6 ആണ്. അപ്പൊ ചോദിച്ചിട്ടുള്ളതാ ഇത് ഇപ്പൊ നിലവിൽ 4:5ആണ്. 6 വർഷം 6 വർഷം കൂടെ കൂടുമ്പോൾ 6 വർഷത്തിന് ശേഷം ഇവർക്ക് റേഷ്യോ എന്ന് പറയുന്നത് J/R. വാട്ട് ഇസ് എസ് പെർസെന്റേജ്? ഈ എ എന്ന് പറയുന്ന ആളുടെ ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് എത്രയാണെന്ന് ചോദിക്കും. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 4:5 എന്നാലേ 4 വയസ്സായിട്ടില്ലല്ലോ. ഇയാൾക്ക് 4 ആണെങ്കിൽ അയാൾക്ക് 5ആയിരിക്കും. ഇയാൾക്ക് 40 ആണെങ്കിൽ അയാൾക്ക് 50ആയിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ എന്റെ ഏജ് എന്ന് പറയുന്നത് 4x ആണ്. 4x ആണ്. 4x ആണ്. പിന്നെ ഇയാളുടെ ബിന്റേതാണെങ്കിലോ 5x ആണ്. 5x ആണ്. ഈ 4xലേക്കും 5xലേക്കും ഒരു 6 വർഷം കൂട്ടുമ്പോൾ, ഇപ്പൊ 4xലേക്ക് 6 വർഷം കൂട്ടുമ്പോൾ, അതുപോലെ തന്നെ 5xലേക്ക് 6 വർഷം കൂട്ടുമ്പോൾ എന്താകുന്നുണ്ട് ഇവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:6 ആവും. 5:6, അതായത് 5:6 5/6. മനസ്സിലായോ? നമ്മൾ ഈ എയും ബിയും റേഷ്യോ 4:5 A/B എന്നല്ലേ? അതായത് 4/5 എന്നല്ലേ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹരിക്കാന്നല്ലേ ശരിക്കും. അപ്പോ 4 എന്നല്ല, ഇപ്പൊ ഇയാള് എന്റെ വയസ്സ് 4x ആണ്. 4x ആണ്. പിന്നെ ബിന്റെ വയസ്സോ 5x ആണ്. ഇതിലേക്ക് 6 വർഷം കൂട്ടുമ്പോൾ, 4xലേക്ക് 6 വർഷം കൂട്ടുക, അതിൽ 5xലേക്കോ 6 വർഷം കൂട്ടുമ്പോൾ എന്താവുന്നുണ്ട്? റേഷ്യോ തന്നെ 5:6 ആകും. 5:6. ഇനി നമ്മളിത് സോൾവ് ചെയ്യും. എക്സ് കണ്ടെത്താൻ എന്താ പറയും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 4x × 6, അതുപോലെ തന്നെ 6 × 6 അങ്ങനെ ചെയ്യും. ഓക്കെ. അപ്പൊ 4x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൽ എങ്ങനെ? ഓരോന്നും 4x × 6 എത്ര? 4x 4 × 6 24. അപ്പൊ 24x. 4x 24x 4x. പിന്നെ കഴിഞ്ഞിട്ടില്ല, പ്ലസ് പിന്നെ 6 × 6 കൂടെ ചെയ്യണ്ടേ? ഇവിടെ 6 ഇല്ല. 6 × 6 എത്ര? 26 ഹരിക്കണം 5x × 5 എത്ര? 25x അല്ലേ? പിന്നെ 6 × 5 30 പ്ലസ് 30. പിന്നെന്താ നമ്മള് എക്സിനെ സോൾവ് ചെയ്യണ്ടേ? സോൾവ് ചെയ്താൽ ഇത് നമ്മൾ സമത്തിന് പുറത്ത് പോകും. അങ്ങനെ ആക്കാം. ഒരു മിനിറ്റ്. ഓക്കെ. ഇങ്ങനല്ല, ഇതിൽ നമ്മളെ ക്രോസ് മൾട്ടി ഹരിക്കണം എന്നല്ല ഇത് കേട്ടോ. ഹരിക്കണം എന്നല്ല ഇത്. 4x × 6 24x ചെയ്ത് ഞാൻ എഴുതിയത് മാറിയതാണ്. 24x. പിന്നെ 6 × 6 36. പിന്നെ ഈ സമം ഇവിടെ ഉണ്ട് കേട്ടോ. ഹരിക്കണം എന്നല്ല, ഇവിടെ ഹരിക്കണം ഇത് താഴോട്ട് എഴുതി. സമം ഈക്വൽ ടു 5x × 5x 25x. പിന്നെ പ്ലസ് 6 × 5 30 അല്ലേ? ഇനി എക്സ് ഉള്ളതൊക്കെ ഒരു ഭാഗത്തേക്കും അല്ലാത്തതൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ 24x അല്ലേ? അതിന് നമ്മൾ പുറത്ത് കൊണ്ടുവരാം. അപ്പൊ ഇത് പ്ലസ് 24x അല്ല മൈനസ് 24x കേട്ടോ. അപ്പൊ നമ്മള് 25x അല്ലേ വേണ്ട? ഇവിടെ അങ്ങനെ വേണ്ട. 36 ഇവിടെ ഉള്ളത്, ഇവിടെ പ്ലസ് 30 ഉള്ളത്. അതിനെ സംബന്ധിച്ച് പുറത്ത് കൊണ്ടുവരുമ്പോൾ 36 മൈനസ് പ്ലസ് 30 മൈനസ് 30 ആവട്ടെ. സമയത്തിന് പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ഈക്വൽ ടു എത്രയാണ്?
25x എവിടെ ഉള്ളത്? ഈ 24x നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പൊ എന്തായി? 24x മൈനസ് ആയി. 5x മൈനസ് 24x ഇങ്ങോട്ട്. അപ്പൊ 36 കുറച്ച് എത്ര? 6 അല്ലേ? 36 കുറച്ചാല് 6. പിന്നെ 25x നിന്ന് 24x പോയി എത്ര കിട്ടും? ഒരു എക്സൽ ഉണ്ടാവുള്ളൂ. x = 6. അപ്പൊ ഇനി നമുക്ക് എന്റെ കറന്റ് ഏജ് കാണാം. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? എ എന്ന് പറയുന്ന ആളുടെ കറന്റ് ഏജിനെ കാണാൻ പറയുന്നത്. എ എന്ന് പറയുന്ന ആളുടെ കറന്റ് പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് നമുക്ക് 4 ആയിരിക്കും. 4x ആയിരിക്കും. അപ്പൊ ഒരു എക്സ് എന്ന് പറഞ്ഞാൽ 6 ആണെങ്കിൽ 4x എന്ന് പറയുന്നത് 4 × 6 24ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ എ എന്നുള്ള 24ആണ്. അപ്പൊ എയുടെ കറന്റ് പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 24ആണ്. എന്നിട്ട് മനസ്സിലായോ? 4:5 നമ്മൾ എന്ത് ചെയ്തു? 4 എന്നുള്ളത് ഒരു വേരിയബിൾ ആണ് അല്ലെ? 4x ആയിരിക്കും. 4 ഇരട്ടിയായിരിക്കും. അത് 5x ആയിരിക്കും. അപ്പൊ 4x ഹരിക്കണം 5x അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഒരു പ്രാവശ്യം. ഇതിലേറെ ബി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ബി അല്ലേ? എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഒരു എക്സ് എന്നുള്ള എത്രയാണ്? 6 ആണെങ്കിൽ 4x എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 24. ഇവിടെ ഒരാൾ ബി എല്ലാം സാധാരണ വെച്ചാൽ പ്രസന്റേജിൽ ഇരിക്കുന്നത് 6 വർഷം കഴിഞ്ഞാൽ 30 വയസ്സാവും. ശരിയാണ്. പക്ഷെ ഇപ്പൊ ചോദിച്ചിട്ടുള്ള പ്രസന്റേജ് ആണ് കേട്ടോ. ആഫ്റ്റർ 6 ഇയേഴ്സ്, 6 വർഷം കഴിയുമ്പോൾ ഇപ്പൊ 24 ആണെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ 30 ഓക്കെ. പക്ഷെ ചോദിച്ചിട്ടുള്ള വാട്ട് ഇസ് എസ് പ്രസന്റേജ്? എയുടെ പ്രസന്റേജ് എത്രയാണെന്ന് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമ്മള് 4x ഹരിക്കണം 5x ഇപ്പോഴത്തെ ഏജ് ആണ്. പക്ഷേ 6 വർഷം കഴിയുമ്പോ എന്താണ്? 6 വർഷം കഴിയുമ്പോ 4x അല്ല കുട്ടിന്റെ വയസ്സ്. 4x+6. ഇയാളെ വയസ്സോ? 5x+6. ഈ 6 വർഷം കഴിയുമ്പോൾ ഇവരുടെ റേഷ്യോ എത്രയാണ്? 5:6 വരുന്നത്. 5:6 വരുന്നത്. അപ്പൊ നമ്മള് എക്സ് സോൾവ് ചെയ്യണേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് എക്സ് കിട്ടും. x = 6 എന്ന് പറയും. ക്ലിയർ ആണോ? പറഞ്ഞ ക്ലിയർ ആണോ? ഇത് ഇനി അടുത്ത ക്വസ്റ്റനൊക്കെ അതേപോലെ തന്നെ ഏജ് റിലേറ്റഡ് ക്വസ്റ്റൻ വരാൻ കേട്ടോ. അപ്പൊ പറഞ്ഞ ക്ലിയർ ആണോ? ആണെങ്കിലും അല്ലെങ്കിലും പറയട്ടോ. നിങ്ങളൊന്നും പറയണില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോട്ടോ. സം ഓഫ് 360. 360 എന്ന് പറയുന്ന ഒരു സം ഉണ്ട്, ടോട്ടൽ സംഖ്യ കേട്ടോ. ഇത് ഡിവൈഡ് ചെയ്യണവർക്ക് എ എന്ന് പറയുന്ന ആൾക്കും ബി എന്ന് പറയുന്ന ആൾക്കും സി എന്ന് പറയാം. ഏത് റേഷ്യോയിൽ എടുക്കണത്? 2:എക്ക് 2ആണ്, ബിക്ക് 3ആണ്, സിക്ക് 4ആണ്. അപ്പൊ 2:3:4 എന്ന റേഷ്യോയിൽ 360 എന്ന സംഖ്യയെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഹൗ മച്ച് ഡസ് ബി ഗെറ്റ്? ബിക്ക് എത്ര രൂപ കിട്ടുന്ന ചോദിക്കും. ബിക്ക് എത്ര രൂപ കിട്ടുന്നു? സിമ്പിൾ അല്ലേ? ഡാറ്റ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. റേഷ്യോ കാണാം, എന്നിട്ട് ഓരോന്നിനും എത്രയാണ് വാല്യൂ എന്ന് കാണാം, ബിക്ക് എത്ര രൂപ കിട്ടുന്നു കാണാം. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് ചെയ്യട്ടോ. ഓക്കെ, നിങ്ങള് ചെയ്യണ്ടെന്ന് വിചാരിക്കണം. ഞാൻ എന്നാലും കൂടെ ചെയ്യാം. 2:3:4 അല്ലേ? 2:3:4. അപ്പൊ ആകെ ആകെ എത്രയോ പാർട്ട് ഉണ്ട്. അതിന്റെ 2 പാർട്ട് എക്കും, 3 പാർട്ട് ബിക്കും, 4 പാർട്ട് സിക്കും ആണെങ്കിൽ ആകെ എത്ര പാർട്ട് ഉണ്ടാവും? 2 പാർട്ട്, 3 പാർട്ട്, 4 പാർട്ട്. ആകെ എത്ര പാർട്ട് ഉണ്ടാവും? 9 പാർട്ട് ഉണ്ട് അല്ലെ? 9 പാർട്ടാണ് ഉണ്ടാവും. ഈ 9 പാർട്ട് ആക്കണം. ആയതിനെ സംഖ്യ ഏതാ? പൈസ എത്ര ഉണ്ട്?
360 രൂപനെ എന്താണ് 9 പാർട്ടാക്കണമെങ്കിൽ 360 ഹരിക്കണം 9 ചെയ്താൽ മതി. 20 ഹരിക്കണം 9, 360 എത്ര 9 ഉണ്ട് നോക്കിട്ടോ. 36 എത്ര 9 ഉണ്ട്, 49 36, പിന്നെ പോസിറ്റ് എടുത്താൽ 40. അപ്പൊ 360 40 പ്രാവശ്യം 9 കൂടും. അപ്പൊ 9 കഷ്ണം എത്തുമ്പോ ഓരോ കഷ്ണം എന്താണ് 40 ഇട്ടുണ്ട്. അപ്പോ ഈ 2 എന്ന കഷ്ണം എത്ര ആയിരിക്കും? ഇപ്പോ എക്ക് 2 കഷ്ണം ഇട്ടാ 40 ഒരു കഷ്ണത്തിന്റെ വാല്യൂ ആണ്. എക്ക് 2 കഷ്ണം കിട്ടും, എക്ക് 80 കിട്ടും. എന്നാൽ ബിക്ക് 3 കഷ്ണമാണ് അല്ലെ. ഒരു കഷ്ണം 40 ആണെങ്കിൽ 3 കഷ്ണം എത്ര ആയിരിക്കും? 120ആയിരിക്കും. നമുക്ക് ജസ്റ്റ് സീൻ്റെ കൂടെ നോക്കാം. നമുക്ക് ഉത്തരം കിട്ടി, 120 കിട്ടി. നമുക്ക് നോക്കാം, സീൻ്റെ നോക്കാം. സിക്ക് 4 കഷ്ണം കിട്ടൂലേ. ഇപ്പൊ 40 4 കഷ്ണം എത്രയാണ്? 160. ഇതെല്ലാം കൂടി കൂട്ടി നിങ്ങൾ എല്ലാം കൂടി 80 100 കൂട്ടി 200, 200 160 കൂട്ടി 360. ടോട്ടൽ സംഖ്യ 360 അല്ലേ. 360 എന്ന സംഖ്യയെ 2:3:4 എന്ന റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്നതാണ് ബിക്ക് കിട്ടുന്നത് എത്ര ആയിരിക്കും? 120 രൂപ ആയിരിക്കും. 120 രൂപ. നിങ്ങൾ എക്സ് ഇട്ട് എടുത്താൽ മതി കേട്ടോ. ഒന്നാമത്തെ സംഖ്യ 7x ആക്കാം, രണ്ടാമത്തെ 9x ആക്കാം. ഇത് നമ്മൾ ഡിഫറൻസ് 40 നമുക്ക് കിട്ടി. ഇതിനുശേഷം ഇതിൽ നിന്ന് സ്മോളർ 2 നമ്പർ നമുക്ക് കിട്ടും. സ്മോളർ ആയിട്ടുള്ള നമ്പർ, ഇത് ചെറിയ നമ്പറാണ് ചോദിക്കുന്നത്. 2 നമ്പറിലേക്ക് ചെറിയ നമ്പർ. ഓക്കെ, ഒരാൾ കണ്ടെത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കട്ടോ. ഓക്കെ, നന്ദനയും നൂറയും കണ്ടെത്തിയിട്ട് നമുക്ക് നോക്കാം. 2 നമ്പറുടെ റേഷ്യോ 7:9 അല്ലേ. പിന്നെ അവർ നമ്മൾ ഡിഫറൻസ് 40. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സംഖ്യ നമുക്ക് 7 എന്നുള്ള 7x ആക്കിയിട്ടൂടെ. രണ്ടാമത്തെ സംഖ്യനെ 9 ആക്കിയിട്ടൂടെ. ഇത് നമ്മൾ ഡിഫറൻസ്, അത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ ഓർക്കുമ്പോൾ ഡിഫറൻസ് കിട്ടും. അപ്പോൾ 9xൽ നിന്നും 7x കുറക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 40 കിട്ടുന്നുണ്ട്. 40 കിട്ടുന്നുണ്ട്. ഉള്ള ഡിഫറൻസ് വലുതും ചെറിയ ഡിഫറൻസ്. 9x 7x കുറച്ച് എത്ര എക്സ് ഉണ്ടാവും? 9x - 7x ആണ്. ആകെ 9x ഉണ്ടായിരുന്നു കേട്ടോ. അയാൾക്ക് 7x ഒരാൾ കൊണ്ടുപോയി. ബാക്കി എത്ര എക്സ് ഉണ്ടാവും? 2x ഉണ്ടാവും. 2x = 40. അപ്പൊ 1x ആയിരിക്കും. 1x എത്രയായിരിക്കും? 40 ഹരിക്കണം 2. 2നെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം 2. 1x = 20 ഉണ്ട്. 1x 20 ഇട്ടാണെങ്കിൽ ഇതില് ചെറിയ സംഖ്യ 7x അല്ലേ. 9x-ഉം 7x ഉണ്ടാകുമ്പോൾ ചെറിയ സംഖ്യ 7x ആണ്. ചെറിയ സംഖ്യ 7 × x ചെയ്താൽ മതി. x 20 കിട്ടി. 7 × 20, 7 × 20 ചെയ്താൽ കിട്ടും. എന്നിട്ടും 7x കിട്ടും. 7 × 20, 7 2 × 4 140. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ 140. ഇനി വലിയ സംഖ്യ കണ്ടെത്തിക്കൂടെ? 9x അല്ലേ. എക്സ് ഉള്ളത് 20ആണ്. 9 × 20 എത്രയാണ്? 180. 180. ഓപ്ഷനിൽ 2 140 150. നമ്മൾ ചോദിച്ചാൽ സ്മോളർ നമ്പർ, ചെറിയ നമ്പർ കഴിക്കണം. ഏതാണ്? 140. എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്.
ചെയ്യേണ്ട ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കട്ടോ. എ മിക്സ്ചർ കണ്ടെയ്ൻസ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ. ഒരു മിക്സർ ഇതാ, അതിലെന്തുണ്ട്? മിൽക്കും ഉണ്ട്, വാട്ടറും ഉണ്ട്, പാലും ഉണ്ട്, വെള്ളമുണ്ട്. ഏത് റേഷ്യോയിലാണ്? 5:1. അപ്പൊ 5 ഭാഗം മിൽക്ക് ആണെങ്കിൽ ഒരു ഭാഗം മാത്രമേ വാട്ടർ ഉള്ളൂ. പിന്നെ ഇഫ് 12 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, 12 ലിറ്റർ വാട്ടർ ആഡഡ്, അതിലേക്ക് കൂട്ടി ചേർച്ചോളൂ. ആ ഒരു മിക്സറിലേക്ക് 12 ലിറ്റർ വെള്ളം കൂട്ടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് റേഷ്യോ? അപ്പൊ റേഷ്യോ എത്ര ആവും? 5:3 പാല് കൂട്ടിയിട്ടില്ലല്ലോ, പാലോട് 5 തന്നെയാണ്. വെള്ളത്തിന്റെ റേഷ്യോ 1-3 വാട്ട് വാസ് ദ ഒറിജിനൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്? അപ്പൊ ഈ മിൽക്കിന്റെ ഒറിജിനൽ ക്വാണ്ടിറ്റി എത്രയാണ്? മിൽക്ക് ആദ്യം എപ്പോഴും ഒരേ ക്വാണ്ടിറ്റി തന്നെയുള്ളൂ. ആദ്യം 5 ഭാഗമായിരുന്നു, ഇപ്പോഴും 5 ഭാഗമാണ്. വെള്ളം 12 ലിറ്റർ കൂടിയപ്പോ വെള്ളം എന്ത് ചെയ്തു? 3 ഭാഗത്തിലേക്ക് എത്തി. ഒരു ഭാഗമുള്ളത് 3 ഭാഗത്തിലേക്ക് എത്തി. മിൽക്ക് എത്ര ലിറ്റർ ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, നന്ദന കണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഞാൻ കണ്ടെത്തട്ടോ. ലൂഫാൻ, ഖാലിദ്, എല്ലാവരും ലിസൺ ചെയ്ത് നോക്കി കൂടെ. ആർക്കും ആൻസർ കിട്ടിയില്ല. ജസ്റ്റ് ഒന്ന് പറയട്ടോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മിൽക്കും വാട്ടറും 5:1 ഓക്കെ. റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:1. 5:1 ഇവിടെ റേഷ്യോ എന്നുണ്ടെങ്കിൽ പിന്നെ 12 ലിറ്റർ വെള്ളം ആഡ് ചെയ്തു. 12 ലിറ്റർ വെള്ളം ആഡ് ചെയ്തപ്പോ 5:3 12 ലിറ്റർ വെള്ളം ആഡ് ചെയ്തപ്പോ 5:3 ഈ 3 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന കാരണം 1 എന്ന് പറയുന്നതും ഈ രണ്ടാമത്തെ പ്രാവശ്യം 1 എന്ന് പറയുന്നത് വാട്ടർ ആണല്ലോ അല്ലെ. അപ്പൊ 1-ൽ നിന്ന് 3-ലേക്ക് എത്ര? 2 ഭാഗം. 2 ഭാഗം കൂടിയപ്പോ ഈ 2 ഭാഗം എന്ന് പറയുന്നത് 12 ലിറ്ററാണ്. 12 ലിറ്ററും 2 ഭാഗം എന്ന് പറയുന്നത്, അപ്പൊ ഒരു ഭാഗം എന്നുള്ളത് 6 ലിറ്റർ ആയിരിക്കും അല്ലെ. ഒരു ഭാഗം എന്ന് പറയുന്നത് 6 ലിറ്റർ ആയിരിക്കും. അപ്പൊ ആദ്യം 6 ലിറ്റർ ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പൊ 3 ലിറ്റർ. ആദ്യം ഒരു ഭാഗം ഉണ്ടായിരുന്നത്, ഇപ്പൊ 3 ഭാഗമായി എന്ന് പറയുമ്പോൾ 2 ഭാഗം കൂടിയിട്ടുണ്ട്. അതായത് 12 ഭാഗം കൂടിയിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗം എന്ന് പറയുന്നത് 6 ലിറ്ററാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇട്ടില്ലേ, ഇവിടെ പാല് എന്ന് പറയുന്നത് 5 ഭാഗമില്ലേ. ഒരു ഭാഗം 6 ലിറ്റർ ആണെങ്കിൽ 5 ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ഉണ്ടാവും? 30. പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ. 5:1 ആദ്യം ഒരു ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിന്നെ 12 ലിറ്റർ ആഡ് ചെയ്തപ്പോ എത്ര ഭാഗമായി? 3 ഭാഗമായി. അപ്പൊ 2 ഭാഗം ഇവിടെ കൂടി. 2 ഭാഗം എന്ന് പറയുന്നത് 12 ലിറ്ററാ. ഒരു ഭാഗം എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആയിരിക്കും? 6 ലിറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ മിൽക്ക് എന്ന് പറയുന്നത്, പാല് എന്ന് പറയുന്നത് 5 ഭാഗമുണ്ട്. 5 ഭാഗമുണ്ട്. വാട്ട് വാസ് ദ ഒറിജിനൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്? മിൽക്കിന്റെ വെള്ളം ആഡ് ചെയ്താണെങ്കിൽ നമുക്ക് മിൽക്ക് ഇവിടെ നിന്ന് കിട്ടിക്കൂടെ? മിൽക്കിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 മിൽക്ക് എന്ന് പറയുന്നത് 5 ഭാഗമല്ലേ. അപ്പൊ 6 × 5 = 30. ഓക്കെ, 30 ലിറ്റർ ആയിരിക്കും എന്നുണ്ടാവുക മിൽക്കിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ല? ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ.
ഓക്കെ, അപ്പൊ ഇതില് ക്ലിയർ ആയില്ലെന്ന് പറഞ്ഞില്ല, ജസ്റ്റ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. അതായത് 5:1 ആദ്യത്തെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്. ഇത് മിൽക്ക് 5 ലിറ്റർ ആണെങ്കിൽ വെള്ളം 1 ലിറ്റർ, അങ്ങനെയാണല്ലോ. പക്ഷെ നമുക്ക് മിൽക്ക് 5 ലിറ്റർ ആണ്, വെള്ളം ലിറ്റർ എന്ന് ഉറപ്പാക്കാനായിട്ടില്ല. 5 ഭാഗമുണ്ട്, ഇത് ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമ്മൾ 12 ലിറ്റർ ആഡ് ചെയ്തപ്പോൾ വെള്ളം കേട്ടോ, വെള്ളം മാത്രം ഒരു ഭാഗമായിരുന്നു. അത് വെള്ളം 12 ലിറ്റർ ആഡ് ചെയ്തപ്പോൾ വെള്ളത്തിന്റെ ഓഹരി 5:3 അതായത് പാലിപ്പോഴും 5 തന്നെ. കാരണം പാലിക്ക് നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല അല്ലെ, മിൽക്കിലേക്കൊന്നും ആദ്യം 5 ഇപ്പോഴും 5 തന്നെയാണ്. പക്ഷെ വെള്ളം 1 ൽ നിന്ന് 3 1 ൽ നിന്ന് 3 ആവാൻ എത്ര ഓഹരി ആഡ് ആയി? 2 ഓഹരി ആഡ് ആയി. 2 ഓഹരി ആഡ് ആയിട്ടുണ്ട് അല്ലേ. ഒരു ഓഹരി ആയിരുന്നു, ഇപ്പൊ 3 ഓഹരിയായി. അതായത് 2 ഓഹരി കൂടിയിട്ടുണ്ട്. ഈ 2 ഓഹരി കൂടാൻ സഹായിച്ചത് എത്ര ലിറ്റർ വെള്ളമാണ്? 12 ലിറ്റർ ആണ്. വെള്ളായാലും പാലായാലൊക്കെ 12 ലിറ്ററാണ്. അപ്പൊ 2 ഓഹരി എന്ന് പറഞ്ഞാൽ 12 ലിറ്റർ ആണെങ്കിൽ ഒരു ഓഹരി എന്ന് പറയുന്നത് 6 ലിറ്റർ ആയിരിക്കും. ഒരു എക്സ് അല്ലെങ്കിൽ നമുക്ക് എക്സ് ആക്കി കൂട്ടാം. 2x എന്ന് പറഞ്ഞാൽ 12 ലിറ്ററിന് ഒരു എക്സ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 4 ലിറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ സമയത്ത് ആദ്യം 5x ഉണ്ടായിരുന്ന പാല്, ഇപ്പോഴും 5x ആണ്. അപ്പൊ ചോദിക്കണം എന്താണ്, വാട്ട് ഈസ് ദ ഒറിജിനൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്കിന്റെ ഒറിജിനൽ ക്വാണ്ടിറ്റി എത്ര ആയിരിക്കും? 5 × x, അതായത് എക്സ് എന്ന് പറയുന്നത് 6ആണ്. അപ്പൊ 5 × 6 = 30 ലിറ്റർ. ക്ലിയർ ആയോ? നൂറ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയോ കേട്ടോ? ഇവിടെ 5:1 നിന്ന് 5:3 ആയപ്പോ ഇവിടെ 12 ലിറ്റർ ആണ് കൂടിയത്. വെള്ളത്തിൽ മാത്രം, വെള്ളമാണല്ലോ 12 ലിറ്റർ ആഡ് ചെയ്തിട്ടുള്ളത്, വെള്ളമാണ് കൂടിയത്. അപ്പൊ 12 ലിറ്റർ എന്ന് പറഞ്ഞത് 2 ഓഹരി ആണെങ്കിൽ ഒരു ഓഹരി എന്ന് പറഞ്ഞാൽ 6 ലിറ്റർ ആണ്. ഇവിടെ പാൽ 5 ഓഹരി ഉണ്ടാകുമ്പോൾ 6 × 5 = 30. ഓക്കെ, ഏകദേശം നമുക്ക് അവസാനത്തിലേക്ക് എത്തട്ടോ. ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഏകദേശം 1-2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്താൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. ഞാൻ കുഴപ്പമില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് x:y, എക്സും വൈയും ഏതാ ബന്ധം? 3:4 അല്ലെ. 3:4 ആണെങ്കിൽ പിന്നെ y:z എന്താണ്? 2:5. അപ്പൊ ആദ്യത്തിൽ വൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 4ആയിരുന്നു. രണ്ടാമത്തെ അവസരത്തിൽ വൈന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2ആണ് അല്ലെ. 4 2ആണ്, 2:5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചോദിച്ചിട്ടുള്ളത് x:y:z, ഇതിന്റെ വാല്യൂ തന്നെ കാണണം. അപ്പൊ നമ്മള് രണ്ടും എടുത്തു. ഒന്നാമത്തെ എടുത്ത് വൈന്റെ വാല്യൂ 4ഉം, അതായത് വൈന്റെ വാല്യൂ 2ആണ്. അപ്പൊ പക്ഷെ ഇനി ഒരു റേഷ്യോ പറയുമ്പോ എക്സും വൈയും സെറ്റും കൂടെ കൂട്ടി വരുമ്പോ വൈന്റെ വാല്യൂ 1 ആക്കാനേ പറ്റുള്ളൂ. അപ്പൊ 4 എടുക്കണോ 2 എടുക്കണോ ഒരു സംശയം അല്ലെ. 4 എടുക്കാൻ പറ്റില്ല, 2 എടുക്കാൻ പറ്റില്ല. അതായത് 4 എന്ന് പറയുന്നത് എക്സിലേക്ക് ചേർത്ത് വെക്കിയിട്ടാണ് 4, 2 എന്ന് പറയുന്നത് വൈയിലേക്ക് സെറ്റിലേക്ക് ചേർത്ത് വെക്കിയിട്ടാണ് 2 എന്ന് പറയുന്നത്. പക്ഷെ എക്സും വൈയും സെറ്റ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ രണ്ടിനെയും പരിഗണിക്കണ്ടേ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ സ്ഥലത്ത് വൈന്റെ വില 4 അല്ലേ, രണ്ടാമത്തെ സ്ഥലത്ത് 2 അല്ലേ. അപ്പൊ ഈ 4 2 സംഖ്യകളുടെ LCM കാണാം. 4 2 സംഖ്യകളുടെ LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഈ 2 സംഖ്യയെ ഗുണിക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ സംഖ്യ. 2നെ നമുക്ക് എന്താവാ 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും. 4നെ 1 കൊണ്ട് ഗുണിച്ചില്ല. അപ്പൊ 2ഉം 4ഉം പരസ്പരം പോകുന്ന സംഖ്യ എന്ന് പറയുന്നത് 4ആണ്. ഒരുമിച്ച് ഗുണിക്കാൻ പറ്റുന്നത് അല്ലെ. 2 × 2 4, 4 × 1 1. അപ്പൊ 2ഉം 4ഉം ഒരു ഗുണിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും 2ഉം 4ഉം 8 കൊണ്ട് ഗുണിക്കാം, 12 കൊണ്ട് ഗുണിക്കാം, 16 കൊണ്ട് ഗുണിക്കാം. പക്ഷെ 2ഉം 4ഉം ഗുണിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 4ആണ്. ഇപ്പൊ 2ന്റെയും 4ന്റെയും LCM എന്ന് പറയുന്നത്, LCM കാണാൻ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു സെഷനിൽ നമുക്ക് LCM എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടോ. LCM കാണാം. അപ്പൊ ഇവ രണ്ടും എന്ന് മനസ്സിലാക്കി, രണ്ടും കോമൺ ആയിട്ട് ഗുണിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 2ഉം 4ഉം ഏറ്റവും കോമൺ ആയിട്ട് 2നെയും ഗുണിക്കാൻ പറ്റണം, 4നെയും ഗുണിക്കാൻ പറ്റണം. അങ്ങനത്തെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 4 തന്നെയാണ്.
നാലിനെ ഒന്നോട് ഗുണിച്ചാൽ 4 കിട്ടും, രണ്ടിനെ രണ്ടോട് ഗുണിച്ചാൽ 4 കിട്ടും. ഈ ചെറിയ സംഖ്യ ഇനി അതിനെക്കാട്ടി ചെറിയ സംഖ്യ ഇല്ലല്ലോ. അപ്പൊ ഇതാണ് എൽ സി എം എന്ന് പറയുന്നത്. അപ്പൊ ഈ 4ഉം 2ന്റെയും എൽ സി എം എന്ന് പറയുന്നത് 4ആണ്. അപ്പൊ വൈന്റെ വാല്യൂ നമുക്ക് 4 ആക്കി എടുക്കാം കേട്ടോ. വൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആക്കി എടുക്കാം. വൈന്റെ വാല്യൂ ഇതാണ്. അപ്പൊ ഒന്നാമത്തോടത്ത് വൈന്റെ വാല്യൂ 4ആയിരുന്നു. അതുപോലെ തന്നെ അല്ല, രണ്ടാമത്തെ വൈന്റെ വാല്യൂ ഇപ്പൊ എത്രയായിട്ടുണ്ട്? 4 ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഓപ്ഷൻ നോക്കാം. 3:4:10 ഉണ്ട്, 6:8:15 ഉണ്ട്, 3:2:5 ഉണ്ട്, 6:4:1 ഉണ്ട്. അങ്ങനെ 3 ഓപ്ഷനിലുള്ളത്. അപ്പൊ ഇതിന്റെ എൽ സി എം എന്ന് പറയുന്നത് 4ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, എൽ സി എം നമ്മൾ കണ്ടെത്തി. എൽ സി എം എന്ന് പറയുന്നത് 4ആണ് കണ്ടെത്തി. അത് നമ്മൾ അപ്ലൈ ചെയ്യാം. വൈ നമ്മൾ 4ആക്കിയിട്ട് എടുത്തിട്ടോ. എക്സ് എത്ര ആയിരിക്കും? എക്സ് 3 തന്നെ ആയിരിക്കും. വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4ആയിരിക്കും. വൈന്റെ എൽ സി എം നമ്മൾ 4ആണ് കണ്ടെത്തിയില്ലേ? പിന്നെ രണ്ടാമത്തെ നോക്കങ്ങളെ, ഈ രണ്ടാമത്തെ സെറ്റ് 5, സെറ്റിനെ നേരെ 5ആക്കി എഴുതാൻ പറ്റൂല. സെറ്റിനെ 5ആക്കി എഴുതാൻ പറ്റൂല. കാരണം എന്താ? ഇവിടെ വൈ 2 ഉള്ളപ്പോഴാണ് സെറ്റ് 5 ഉള്ളത്. ഇപ്പൊ വൈ എത്രയാണ്? വൈ 2 അല്ലല്ലോ ഉള്ളത്. വൈ എത്രയാണ് ഇപ്പോൾ? 4അല്ലേ ഉള്ളത്. 2നെ 4ആക്കാൻ 2 കൊണ്ട് ഗുണിച്ചല്ലേ ചെയ്യണത്. അപ്പൊ നമ്മൾ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കാം. 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 5 10. മനസ്സിലായോ? ഇവിടെ വൈന്റെ വാല്യൂ ഇപ്പൊ കോമൺ ആയിട്ട് 4ആയിട്ടുണ്ട്. അപ്പൊ വൈന്റെ വാല്യൂ ഇവിടെ 4ആയപ്പോ ഇവിടെ എക്സിന് 3 തന്നെ ആയതുകൊണ്ട് നമ്മൾ ഒന്നും മാറ്റില്ല. 3 തന്നെ, എക്സിന്റെ സ്ഥലത്ത് 3 തന്നെ ഇട്ടു. വൈന്റെ പുതിയ വാല്യൂ 4 ഇട്ടു. ഇനി സെഡിന്റെ വില 5 അല്ല ഇപ്പോ. കാരണം വൈ 2 ആയപ്പോ സെഡ് 5 ആയിരുന്നു. ഇപ്പൊ വൈ 2 അല്ല, വലിയ ആളായിട്ടുണ്ട്. വൈ ഇപ്പൊ 4ആയിട്ടുണ്ട്. അപ്പൊ സെറ്റും അതേപോലെ ഇരട്ടിയാവണ്ടേ? സെറ്റ് ഇരട്ടിയാവണം. സെറ്റ് എന്താവും? 10. 3:4:10 എന്നുള്ളതാണ് എക്സ് വൈ സെറ്റിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം വെച്ചാലേ, ആദ്യം നമ്മൾ എക്സ് വൈന്റെ പ്രൊപ്പോർഷൻ വന്നു 3:4. വൈ സെറ്റിന്റെ പ്രൊപ്പോർഷൻ വന്നു 2:5. ഒന്നാമത്തെ സ്ഥലത്ത് വൈന്റെ വാല്യൂ 4ഉം രണ്ടാമത്തെ സ്ഥലത്ത് വൈന്റെ വാല്യൂ 2ഉം ആയിരുന്നു. ഓക്കെ, നമ്മൾ ഇതിന് വൈനെ കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യയാണ് 4 എന്ന് പറയുന്നത്. 4 എടുത്തു. വൈന്റെ വില ഇപ്പൊ 4ആക്കി എടുക്കുമ്പോൾ വൈ വാല്യൂ എടുക്കുമ്പോൾ എക്സ് 3 തന്നെയാണ്. ഫസ്റ്റത്തെ ഓപ്ഷനിൽ എക്സ് 3:4 തന്നെയാണ്. എക്സ് 3 തന്നെയാണ്. പക്ഷെ വൈന്റെ വില 4ആക്കി എടുക്കുമ്പോൾ സെഡിന് പ്രശ്നം പറ്റും. കാരണം വൈ ആദ്യം വൈയും സെഡും തമ്മിലുള്ള പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്? കമ്പനി എങ്ങനെയാണ്? 2:5 ഈ വൈ 2 ആവുമ്പോ സെഡ് 5 ഉണ്ടാവും. അപ്പൊ വൈ 2 അല്ലല്ലോ, വൈ 4അല്ലേ? എത്തായിട്ടില്ലേ? അപ്പൊ സെഡ് ഇരട്ടിയാവും. സെഡ് എന്താവും? 5 ഉള്ളത് 10 ആയി തീരും. അപ്പൊ 3:4:10 പുതിയ റേഷ്യോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ക്ലിയർ ആണോ? അതായത് രണ്ട് വാല്യൂ വന്നിട്ട് അതിന് കോമൺ ആയിട്ടൊരു വാല്യൂ കണ്ടെത്തുക, എന്നിട്ട് ആ വാല്യൂയിലേക്ക് അടുത്തതിനെ കൂടെ നമ്മൾ ഗുണിക്കുക. ഹലോ, ക്ലിയർ ആണോ? നന്ദന, മലൂഫ, നൂറ, മൂന്നുപേർക്ക് മനസ്സിലായി ഈ പറഞ്ഞത്? വൈകിനെ നമ്മൾ എന്താ കാട്ടിയെന്നുള്ളത്? ഓക്കെ, വൈകിനെ ആദ്യത്തിൽ 4ആയിരുന്നു, രണ്ടാമത്തെ 2ആയിരുന്നു. നമ്മൾ കോമൺ ആയിട്ട് 4ലേക്ക് കൊണ്ടുവന്നു. കോമൺ ആയിട്ട് എൽ സി എം കണ്ടെത്തി. 2ന്റെയും 4ന്റെയും എൽ സി എം എന്നത് 4ആണ്. 4ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ് വൈ ഇപ്പോ ഇവിടെ 2:5 ഇപ്പൊ 4ആയിട്ട് വന്നിട്ടുണ്ട്. വൈന്റെ വാല്യൂ 4ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ 5ന്റെ വാല്യൂ എന്താവും? ഡബിൾ ഔട്ടോ 10 ആവും. ഓക്കെ, വൈ ഡബിൾ ആയപ്പോ എക്സ് വന്നിട്ട് ഡബിൾ ചെയ്യും 10. ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. നമുക്ക് എന്നാല് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 20ഓളം ക്വസ്റ്റ്യൻ നമ്മളൊന്നുകൂടെ ചെയ്തിട്ടുണ്ട്. 20ഓളം ക്വസ്റ്റ്യൻ നമ്മളിത് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി ഒരു ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. 9:45 സമയം. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളെ ക്ലാസ്സിന് മാക്സിമം എന്താ വെച്ചാൽ ഏതെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാകുമ്പോൾ സ്പോട്ടിൽ തന്നെ ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കിയിട്ടോ കമന്റിലൂടെ ഒക്കെ ചോദിക്കാം. അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ ശേഷം അങ്ങനെയും ചോദിക്കും. കോമൺ ഡൗട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിലിപ്പോ എന്നിട്ട് പുതിയൊരു ടേം അടിച്ച് എൽ സി എം കണ്ടെത്തില്ല അല്ലെ? എൽ സി എം നമുക്ക് ഒരു സെഷനിൽ നമുക്ക് എൽ സി എം സിമ്പിൾ ആണ് കേട്ടോ. രണ്ട് സംഖ്യകൾ അല്ലെങ്കിൽ മൂന്ന് സംഖ്യകളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ എൽ സി എം കാണാൻ പറ്റും. മൂന്ന് സംഖ്യകളും കോമൺ ആയിട്ട് ഗുണിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ, ഏറ്റവും ചെറിയ സംഖ്യ നോക്കിയാൽ മതി. 2ഉം 3ഉം 4 തരുമ്പോ 2നെയും 3നെയും 4നെയും കോമൺ ആയിട്ട് ഗുണിക്കാൻ പറ്റുന്ന സംഖ്യ നോക്കാം. ഓക്കെ, 2, 3, 4 വരുമ്പോ അതിന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കും. കാരണം 2, 3, 4 ഗുണിക്കാൻ പറ്റണ്ടേ? അങ്ങനത്തെ സംഖ്യ ഏതാ ഉള്ളത്?
4 പറ്റൂല, കാരണം 4ല് 3നെ ഗുണിക്കാൻ പറ്റൂലല്ലോ. പറ്റൂല. 5 പറ്റൂല. 6 പറ്റൂല. 6ല് 2നെയും ഗുണിക്കാൻ പറ്റും, 3നെ ഗുണിക്കാൻ പറ്റും, പക്ഷെ 4നെ ഗുണിക്കാൻ പറ്റൂലല്ലോ. ഇനി 7 പറ്റൂല. 8 പറ്റൂല. 8ല് 2നെ ഗുണിക്കാൻ പറ്റും, 4നെ ഗുണിക്കാൻ പറ്റും, പക്ഷെ 3നെ ഗുണിക്കാൻ പറ്റൂല. പിന്നെ 9 പറ്റൂല. 10 പറ്റൂല. 11 പറ്റൂല. 12 പറ്റും. 12ല് 2നെ ഗുണിക്കാൻ പറ്റും, 12ല് 3നെ ഗുണിക്കാൻ പറ്റും, 12ല് 4നെ ഗുണിക്കാൻ പറ്റും. അപ്പൊ 2, 3, 4 എന്നുള്ള സംഖ്യയുടെ LCM എന്ന് പറയുന്നത് 12ആണ്. ഇപ്പൊ രണ്ട് സംഖ്യയുടെ LCM ആണ്, നല്ല സുഖമാണ്. 3 സംഖ്യ ആകുമ്പോൾ അതിനനുസരിച്ച് നോക്കേണ്ടി വരും. 4 സംഖ്യ, 5 സംഖ്യ, അങ്ങനെ കുറെ സംഖ്യകൾ എന്തായാലും സർ LCM ആണോന്നൊക്കെ ചോദിക്കും കേട്ടോ. സർ ചോദിച്ചോളൂ. ഇതിനൊരു ഷോർട്ട് കട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് ഷെയർ ചെയ്യാം. ഇങ്ങനെ പറഞ്ഞോളൂ 3 പറഞ്ഞോളൂ. നമ്പർ 4 സന്തോഷം. നമ്പർ വരുന്നത്, അത് 3 4 മുകളിൽ എഴുതുക, അതിന്റെ നേരെ താഴെ 2 5 എഴുതുക. 2:5. എങ്ങനെ? 3 ത്രീ 4. ഫോർ 3:4 എഴുതുക. ആ അതിന്റെ നേരെ താഴെ ടു നേരെ ഈസ്റ്റ് താഴെ ഫൈവ് 2 എഴുതുക. ആ എന്നിട്ടോ? ഈ 3ഉം 2ഉം കൂടെ ഗുണിച്ചിട്ട് താഴെ എഴുതുക. 6 മൂന്ന് രണ്ടും ഗുണിച്ചിട്ട് താഴെ ഇതേ. 6 അപ്പൊ 3 രണ്ട് ഈസ്റ്റ് ഗുണിക്കുമ്പോ 6 അല്ലേ? ആ ആ ഈസ്റ്റ് 2 2 into 4 ചെയ്യുക. 8. 2 into 4 ക്രോസ് മൾട്ടിപ്ലൈ. ക്രോസ് ആ മൾട്ടിപ്ലൈ. ആ ഫൈവ് ഓക്കെ. ഇൻറ്റു ഫോർ ചെയ്യും. പിന്നെ ഈസ്റ്റ് 5 into 5 into 4 24. ആ 20. ഓക്കെ, ശരി കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ ചെറുതാക്കല്ലേ, 6നെ ജസ്റ്റ് ആരോ ചെറുതാക്കുമ്പോ മാർക്ക് 3 ഇട്ടിട്ട് കിട്ടും. 4 ചെറുതാക്കുമ്പോ 8നെ ചെറുതാക്കുമ്പോ 4 കിട്ടും. ഇതിനെ ചെറുതാക്കുമ്പോ 10 കിട്ടും. ഓക്കെ. ഇതൊന്നുകൂടെ പറയാം. അതായത് അപ്പൊ രണ്ട് സംഖ്യകൾ 3:4 ഉണ്ട്, അതുപോലെ തന്നെ 3:4 ഉണ്ട്, 2:5 ഉണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നേരെ താഴേക്ക് ഗുണിക്കും. 3 2 ഗുണിച്ചുമ്പോ 6 കിട്ടും. പിന്നെ പിന്നെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. 2ഉം 4ഉം ഗുണിക്കും അല്ലെ. 2 4 ഗുണിച്ചപ്പോ 8 കിട്ടുന്നുണ്ട്. പിന്നെയോ 5ഉം 4ഉം ഇങ്ങോട്ട് ഇട്ടോ, മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ. അപ്പൊ 5 4 ഗുണിക്കുമ്പോ 20. അപ്പൊ ഓക്കെ, കറക്റ്റ്. ഓക്കെ, താങ്ക് യു. നല്ലൊരു ആൻസർ ആയിട്ടില്ലേ. അപ്പൊ 6:8:20 വരുമ്പോ അതിന് ചെറുതാക്കിയാൽ മതി. 6ന്റെ പകുതി 3, 8ന്റെ പകുതി 4, 20ന്റെ പകുതി 10. 3:4:10. ഓക്കെ, എന്നാൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യലല്ലേ. ഇനി നമുക്ക് നാളെ കുറച്ചുകൂടെ വലിയ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പോകട്ടോ. ഇൻട്രസ്റ്റ് ആൻഡ് റേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് സംഭവങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് 2 3 സെറ്റ് നമുക്ക് എല്ലാത്തും ചെയ്യാം. മാത്സ് ഏകദേശമൊക്കെ നമുക്ക് കുറെ ഇങ്ങനെ പരമാവധി കവർ ചെയ്തിട്ട് പോവാം. ഞാൻ ടൈം കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നേരത്തെ അയക്കാൻ കേട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് വരാമല്ലോ. അത്ര സമയം ക്ലാസ്സിൽ ലാഭിക്കാം. ഇൻ കേസ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ കൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ്സിന് വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലാസ് ഞാൻ നിങ്ങളെ വെയിറ്റിങ്ങിന്റെ സമയം നമുക്ക് ഒരുപാട് പോകുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന് പറ്റുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നേരത്തെ പ്രിപ്പയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സെൻഡ് ചെയ്യാം. എന്നാ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ. താങ്ക് യു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.